ചർച്ചയിൽ നമ്മോട് സംവദിക്കുന്നത് മെമ്പർ CPM പുന്നയൂർക്കുളം ലോക്കൽ കമ്മിറ്റി അംഗം ശ്രീ AD ദനീബ് അവർകൾ, KSU മുൻ ജില്ലാ കമ്മിറ്റി അംഗം ആസിഫ് പാലപ്പെട്ടി. ചർച്ച നിയന്ത്രിക്കുന്നത് SSF ജില്ലാ സെക്രട്ടറി ഇയാസ് പഴുവിൽ. എവരെയും വേദിയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശബ്ദം ശ്രവിക്കുന്ന ഇതര മത ആദർശ വിശ്വാസികൾക്ക് സംഘടനയുടെ ധാർമ്മിക വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു. സുന്നി വിദ്യാർത്ഥി സംഘടനയുടെ ഒരു വർഷക്കാലം നീണ്ടുനിന്ന സ്റ്റുഡൻസ് കോൺഗ്രസ് പദ്ധതികളുടെ ഇൻകിലാബ് വിദ്യാർത്ഥികൾ തന്നെയാണ് വിപ്ലവമെന്ന തലവാചകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ 116ഓളം വരുന്ന ഡിവിഷൻ കേന്ദ്രങ്ങളിൽ വലിയ സമ്മേളനങ്ങൾ നടത്തുവാൻ ഉദ്ദേശിക്കുകയും ലോകം മഹാമാരിക്ക് മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ വളരെ ഭംഗിയായിക്കൊണ്ട് തിരഞ്ഞെടുത്ത പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിവിഷൻ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ വിധാനസഭകൾ ക്രമീകരിക്കുകയും അങ്ങനെ കേവലമൊരു ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുക എന്നതിലുപരിയായിക്കൊണ്ട് വളരെ വ്യവസ്ഥാപിതമായി ഓരോ വിദ്യാർത്ഥിക്കും ഉണ്ടായിരിക്കേണ്ട രാഷ്ട്രീയ ബോധം, എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി കക്ഷി രാഷ്ട്രീയത്തിനതീതമായിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുക എന്ന് വർഷങ്ങളായിക്കൊണ്ട് 47 വർഷത്തിൻ്റെ പാരമ്പര്യത്തിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിക്കൊണ്ട് പോലും രാഷ്ട്രീയ പാഠം എന്ന പേരിൽ കൃത്യമായി എങ്ങനെയായിരിക്കണം രാഷ്ട്രീയത്തെ നോക്കിക്കാണുക എന്നും ഒരാളുടെ രാഷ്ട്രീയ അവബോധത്തെക്കുറിച്ച് അവൻ്റെ നിലപാടുകളെ എങ്ങനെ രൂപപ്പെടുത്തണമെന്നും കൃത്യമായി ബോധ്യപ്പെടുത്തുകയും അങ്ങനെ കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു വിദ്യാർത്ഥിത്വത്തെ പടുത്തുയർത്തുകയുമാണ് SSF നാളിതുവരെയായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. OV വിജയൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വിപ്ലവത്തിനും വിപ്ലവകാരികൾക്കും പ്രായമായിരിക്കുന്നു, വയസ്സായിരിക്കുന്നു എന്ന് OV വിജയൻ പറയുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അതുതന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. രാജ്യത്തുള്ള വിപ്ലവത്തിനും വിപ്ലവകാരികൾക്കും പ്രായമായിരിക്കുന്നു എന്ന് സംശയിക്കേണ്ട ഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ കൃത്യമായി എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നും എങ്ങനെയാണ് ഒരു സാമൂഹിക പ്രവർത്തകന് കേവലം തോക്കിൻ്റെ കുഴലിലൂടെയല്ലാതെ ആശയ സംഘടനകളുടെയും ബൗദ്ധിക വ്യവഹാരങ്ങളിലൂടെയുമൊക്കെ രാഷ്ട്രീയപരമായ ബോധവും സാമൂഹികപരമായ അറിവും എങ്ങനെ നൽകാമെന്ന് SSF പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിഖ്യാതനായ കവി ഫൈസ് അഹമ്മദിൻ്റെ വരികൾ ഇപ്രകാരമാണ്: ഇരുമ്പഴികൾക്കുള്ളിൽ കൂടെയാണ് നിങ്ങൾ ഒച്ച വയ്ക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തെ ആ ഇരുമ്പഴി ഏറ്റെടുക്കും. അതല്ല, നിങ്ങൾ ചെങ്ങലയ്ക്കുള്ളിലാണ് നിങ്ങളുടെ ശബ്ദത്തെ ഉയർത്തുന്നതെങ്കിൽ ആ ചെങ്ങല കൂട്ടങ്ങൾ നിങ്ങളുടെ ശബ്ദങ്ങളെ ഏറ്റെടുക്കുമെന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ കൃത്യമായി ഓരോ സമയത്തും വിദ്യാർത്ഥിത്വത്തിൻ്റെ ശബ്ദം ഉയർന്നു വരേണ്ടത് അത്യന്താപേക്ഷിതമായ സാഹചര്യത്തിൽ കൃത്യമായി SSF അതിൻ്റെ നിലപാട് ഇത്തരത്തിലുള്ള സ്റ്റുഡൻസ് കോൺഫറൻസുകളിലൂടെ കോൺഗ്രസുകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടെ ഈ വിധാനസഭയിൽ നമ്മോട് സംവദിക്കുന്നതിന് ഇവിടെ എത്തിയിട്ടുള്ള വളരെ വിലയേറിയ സമയം ചിലവഴിച്ച് ഇവിടെ എത്തിയ നമ്മുടെ ഗസ്റ്റുകളെ ഈ വേദിയിലേക്ക് സംഘടനയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലാണ്. ഡിബേറ്റ് എന്ന് പറയുന്ന ചില നിലപാടുകളെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്നും നമ്മുടെ സാമൂഹിക സാഹചര്യത്തിൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയെ എങ്ങനെയൊക്കെ മറികടക്കാൻ കഴിയുമെന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും അതുപോലെ സാമൂഹിക പ്രവർത്തനങ്ങളിലും വളരെ മികച്ചു നിൽക്കുന്ന
നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗസ്റ്റുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരോട് നമുക്ക് ചില വിഷയങ്ങളെക്കുറിച്ച് വളരെ ഭംഗിയായി ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും ഓരോ നിലപാടുകളെയും കൃത്യമായി മനസ്സിലാക്കുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിയിട്ടുള്ള ഗസ്റ്റുകൾ രണ്ടുപേരെയും അവർക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ അവർക്ക് മൈക്കുകൾ കൈമാറുകയാണ്. ഇവിടെ എത്തിയിട്ടുള്ള ദനീബ്, അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനുള്ള അവസരമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇത്തരമൊരു ഡിബേറ്റ് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഡിബേറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളോട് സംവദിക്കാൻ കിട്ടിയ ഒരു അവസരം, അതിലേറ്റവും സന്തോഷം രേഖപ്പെടുത്തുന്നു. ആദ്യമായിട്ട് ഇവിടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മോഡറേറ്റർ, അതോടൊപ്പം തന്നെ ആസിഫ്, എല്ലാവർക്കും നന്ദി. ഞാൻ ദനീബ്, പുന്നൂർക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ കാലത്ത് പ്രസിഡൻ്റായി പ്രവർത്തിച്ചിരുന്നതാണ്. എനിക്ക് മുന്നിലിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ പലരെയും എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ, DYFI പ്രസ്ഥാനത്തിലൂടെ, യുവജന പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനുഷ്യൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും എല്ലാം നേരിട്ട് അറിയാവുന്ന ഒരാൾ എന്ന നിലയിലാണ് ഈ യോഗത്തിൽ സംവദിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും നന്ദി. KSUവിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ആസിഫ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി നമ്മളോട് പറയുന്നു. അസ്സലാമു അലൈക്കും, നമസ്കാരം. എൻ്റെ പേര് ആഷിഫ് എന്നാണ്. വലിയ സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ളൊരു വേദിയിൽ പങ്കെടുക്കുക, നിങ്ങളോട് സംവദിക്കുക എന്നുള്ളതൊക്കെ. പക്ഷേ സാന്ദർഭികമായി പറയാനാണെങ്കിൽ ഞാൻ തികച്ചും യാദൃശ്ചികമായാണ് ഈ പരിപാടിയിലേക്ക് എത്തിപ്പെട്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ സുഹൃത്ത് കൂടിയായ അനൂപ് വിആറിനെ എൻ്റെ ഒരു അസൗകര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു പരിപാടിയിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കാനുള്ള കാരണം. വലിയ സന്തോഷമുണ്ട്. ഈ മഹാമാരി കാലത്തും ഇത്തരത്തിലുള്ള വലിയ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്രയും അധികം യുവാക്കളെ, ഇത്രയും അധികം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്ര ചിട്ടയോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ SSFന് സാധിച്ചു എന്നതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. എനിക്ക് വലിയ സന്തോഷമുണ്ടത് കാണുമ്പോൾ. ഇതൊരു സംവാദമാണെന്ന് ഇപ്പോൾ ദനീബ് പറഞ്ഞ പോലെ ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. കുഴപ്പമില്ല, നമുക്ക് സംവദിക്കാം, പറയാം. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളോടും പറയും, നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനും കൂടിയായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കതിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇവർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന ഒരു ഗസ്റ്റിൻ്റെ ചെറിയ അസൗകര്യങ്ങൾ നമുക്ക് വിലങ്ങതടിയായപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി ഈ വൈകിയ വേളയിലും നമ്മൾ വിളിച്ച ഇവിടെ എത്തിയ ആഷിഫ്, അതുപോലെ ദനീബ്, രണ്ടുപേരെയും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രോഗ്രാമിലേക്ക് ആമുഖങ്ങളില്ലാതെ തന്നെ പ്രവേശിക്കാമെന്ന് കരുതുകയാണ്. ഇതിൻ്റെ ഒരു സ്വഭാവം എന്നുള്ളത് ചില ചോദ്യങ്ങൾ, ചില ആശയങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ പറയുകയും അതിൽ നിങ്ങൾക്ക് പറയാനുള്ള നിലപാടുകളും ആശയങ്ങളെയുമൊക്കെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. വളരെ സൗഹൃദപരമായ ഒരു സംവാദമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേവലം നമ്മൾ ചാനലുകളിൽ കണ്ടുവരുന്ന ഷോ ഓഫിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയല്ല. കൃത്യമായ നിലപാടുകൾ പറയുന്നതിനും ആ നിലപാടുകളെ ഇവിടെയുള്ള പ്രവർത്തകർക്ക് ബോധ്യപ്പെടുന്നതിനും വേണ്ടിയിട്ട് ഭംഗിയായി ഈ പ്രോഗ്രാമിനെ നടത്തിക്കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെയൊക്കെ സഹകരണം ആവശ്യമുണ്ട് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. രാജ്യം, അതല്ലെങ്കിൽ യുവാക്കൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. പൊതുപ്രവർത്തനത്തിൽ
എന്താണ് ഈ സമൂഹത്തിനുള്ള പ്രാധാന്യം, അങ്ങനെ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങി തിരിച്ചതുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും എന്ത് ലഭിക്കുന്നു, എനിക്കും എൻ്റെ കൂട്ടുകാർക്കും എന്ത് ലഭിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ, അത്തരത്തിലുള്ള ചർച്ചകൾ വളരെ സജീവമായി കൊണ്ട് രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യം നമുക്ക് മുമ്പിലുണ്ട്. നമുക്കൊക്കെ അറിയാം, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ കിഴക്കമ്പലം പോലെയുള്ള ഐക്കര നാട് എന്ന് പറയുന്ന പഞ്ചായത്തുകളിലടക്കം 2020 എന്ന് പറയുന്ന ഒരു അരാഷ്ട്രീയ കൂട്ടം അത് അവിടുത്തെ പഞ്ചായത്തുകളെ ഭരണം കൈയാളുകയൊക്കെ ചെയ്ത ഒരു അരാഷ്ട്രീയ സാഹചര്യം നമ്മൾക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ധാരാളമായി വരുന്ന ഈ സാഹചര്യത്തിനെ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക? ഞാൻ ദനീപിനോടാണ് ചോദിക്കുന്നത്. ഞാനും നിങ്ങളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകക്രമം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ വേഗതയാർന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു ലോകക്രമത്തിനകത്ത് ഇത്തരം ഒരു സിദ്ധാന്തങ്ങളില്ലാതെ ഏതൊരു വിപ്ലവ പ്രസ്ഥാനത്തെ സംബന്ധിച്ചായാലും, അത് SSFനെ സംബന്ധിച്ചായാലും DYFയെ സംബന്ധിച്ചാലും KSUവിനെ സംബന്ധിച്ചാലും, ഒരു സിദ്ധാന്തമില്ലാതെ നമുക്ക് ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. ഒരു വിപ്ലവ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു സിദ്ധാന്തം തീർച്ചയായിട്ടും വേണം. നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ദൃശ്യപരതയാണ് ഏറ്റവും നല്ലതെന്നൊക്കെ ചിന്ത നമുക്ക് പെട്ടെന്ന് വരാം. കാണുന്നതാണ് ഏറ്റവും നല്ലതെന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ചിന്ത വരാം. എന്നാൽ ആ ദൃശ്യപരതയിൽ നിന്ന് യുക്തിസഹമായിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയാം, അറിവ് ഉള്ള ആളുകളും ഉണ്ടായിരിക്കാം, ഏറ്റവും മനോഹരമായി ജ്ഞാനത്തെ സിദ്ധിച്ച ആളുകളുണ്ടായിരിക്കാം. പക്ഷേ ആ അറിവിനെ നമ്മൾ എങ്ങനെയാണോ പ്രായോഗികവൽക്കരിക്കുക എന്ന തരത്തിലായിരിക്കണം നമ്മളെ ചിന്ത വേണ്ടത്. ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിഴക്കമ്പലം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിനകത്ത് മനുഷ്യൻ്റെ മനസ്സിനെ ഇത്തരം കാര്യങ്ങളെ കൊണ്ട് പെട്ടെന്ന് പണമാണ് മനുഷ്യനെ ഏറ്റവും വേഗത്തിൽ വലയ്ക്കുന്നതെന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പം ഈ പണത്തിൻ്റെ മുകളിലുള്ള ഈ കടന്നുകയറ്റം, അതാണ് കിഴക്കമ്പലത്ത് നടക്കുന്നത്. അവിടെ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അതൊരു താൽക്കാലികമായിട്ടുള്ളൊരു പ്രതിഭാസമായിട്ട് തന്നെയാണ് നമുക്ക് അതിനെ കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ. അല്ലാതെ അതൊരു ലോകത്തെ ആകെ തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു കൂട്ടമായിട്ട് നമുക്കതിനെ കാണാൻ വേണ്ടി കഴിയില്ല. അതിനൊരു സിദ്ധാന്തമില്ലാതെ, അല്ലെങ്കിൽ ഒരു കൂട്ടമായിക്കൊണ്ട്, കോർപ്പറേറ്റുകളുടെ ഒരു കൂട്ടമായിക്കൊണ്ടാണ് അതിനെ കിഴക്കമ്പലത്തെ കാണാൻ വേണ്ടി കഴിയില്ല. കഴിഞ്ഞ ദിവസം BBC റിപ്പോർട്ട് ചെയ്തത് ഒരു കോർപ്പറേറ്റുകൾ ഒരു ജനാധിപത്യത്തിൽ എങ്ങനെയാണോ ഇടപെടുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് കിഴക്കമ്പലം പഞ്ചായത്ത്, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ പഞ്ചായത്തുകളിലൊക്കെ അത് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അത് ലോകത്തിൻ്റെ പല സാഹചര്യങ്ങൾക്കകത്തും, ലോകരാഷ്ട്രീയത്തിൻ്റെ പല സാഹചര്യം പരിശോധിച്ച് നോക്കിയാലും ഇത്തരം പ്രവണതകൾ പല സാഹചര്യങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. അത് താൽക്കാലിക ഒരു പ്രതിഭാസം എന്നതിലുപരിയായിക്കൊണ്ട് അതിനെ നമുക്ക് മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളും താൽക്കാലിക പരിഹരിക്കുക എന്നതിലുപരിയായിക്കൊണ്ട് നമുക്ക് ഈ സാമൂഹിക ക്രമത്തെ മാറ്റിമറിക്കാനുള്ള ഒരു രാഷ്ട്രീയ സിദ്ധാന്തമായിട്ട് അതിനെ കാണാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് ഉപകാരങ്ങളില്ല, അതല്ലെങ്കിൽ രാഷ്ട്രീയ സേവനം, സാമൂഹിക സേവനത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല എന്നുള്ള ചിന്തകൾ, ഇത് ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് ആഷിഫ് നമ്മളോട് സംവദിക്കുന്നു. നമസ്കാരം. ഇതിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായിട്ട് മുന്നായി ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ഒരു സദസ്സിൽ, ഇത്തരത്തിലുള്ള ഒരു വേദിയിൽ ഈ ഒരു ചോദ്യം തന്നെ ആദ്യമായി വന്നതിനെ ഞാൻ വലിയ പ്രശംസിക്കുകയാണ്. കാരണം ആളുകൾക്കിടയിൽ, ഇപ്പോൾ കേരളത്തിലെ പൊതുധാരയിലുള്ള ജനങ്ങൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ, ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സംഘം വന്ന് നമ്മുടെ പഞ്ചായത്തും ഭരിച്ചാൽ എന്താ എന്ന് ചോദ്യങ്ങൾ മനസ്സിലേക്ക് വന്ന ഒരു സംഭവമാണ് ഈ കിഴക്കമ്പലത്തെ 2020 പോലുള്ള സംഗതികൾ.
നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ ഇതിലിരിക്കുന്ന ഒരു 80% ആളുകൾ സോഷ്യൽ മീഡിയയിൽ 100% ആളുകൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ആളുകളാണെന്ന് എനിക്കറിയാം. 80% ആളുകളെങ്കിലും അത് ആ ഒരു വാർത്തയെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വാർത്തയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ? അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു 80% ആളുകൾ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ ഇവിടുത്തെ യുവാക്കളിലേക്ക്, ഇവിടുത്തെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളിലേക്ക് വാർത്തകളായും മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകളായും വന്ന് മനസ്സിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു സംഘം, ഇത്തരത്തിലുള്ള ഒരു ടീം 2020 പോലുള്ള രാഷ്ട്രീയമില്ലാത്ത നിഷ്പക്ഷരെന്ന് അവർ പറയുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ പഞ്ചായത്തും ഭരിച്ചാൽ എന്താ എന്ന ചോദ്യമാണ് അവരാദ്യമായിട്ട് കഴിഞ്ഞ 5 വർഷമായി ഇവിടെ ആളുകളിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 2020 പോലുള്ള ഒരു സംഘം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളെ അങ്കലാപ്പിലാക്കുന്ന അല്ലെങ്കിൽ അവരെ കൺഫ്യൂഷനിലാക്കുന്ന ഒരു സംഘം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കിറ്റെക്സ് എന്നൊരു കമ്പനി, കിറ്റെക്സ് കമ്പനി അറിയാലോ, മുണ്ടിൻ്റെ ഈ തുണി വ്യാപാരത്തിൻ്റെ ഒരു കമ്പനി, അവരുടെ ടാക്സ് ഒരു സാമൂഹ്യ ക്ഷേമ ടാക്സ് അങ്ങനെയല്ലേ പറയും, SCS ടാക്സ് എന്ന് പറയും. ആ ടാക്സ് വിനിയോഗിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു മാർഗം മാത്രമാണ് 2020 എന്ന ഒരു ഭരണസമിതി. അവർ വാങ്ങിച്ചു കൂട്ടിയ ചില സ്ഥലങ്ങളിലേക്കുള്ള റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മാർഗമായും അവരുടെ പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ള ഒരു ഭാഗമായും അങ്ങനെ അവരോട് കൂടെ നടക്കുന്ന ആളുകൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു കാർഡ് കൊടുക്കാനുള്ള ഒരു മാർഗമായും ഒക്കെ ആയിട്ട് അങ്ങനെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പറ്റുന്ന ഒരു അടിമക്കൂട്ടത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രം കണ്ടുകൊണ്ട് ഉണ്ടാക്കിയ ഒരു കൂട്ടം മാത്രമാണ് 2020 എന്നുള്ള കാര്യം ചിന്തിക്കുന്ന, ഇത്തരത്തിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള, അതിനെക്കുറിച്ച് കൂടുതൽ രീതിയിൽ അവഗാഹിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതാണ് സത്യം. പിന്നെ മോഡറേറ്റർ ചോദിച്ചതുപോലെ ഇവിടുത്തെ യുവാക്കളിൽ രാഷ്ട്രീയവാദത്തിൻ്റെ വലിയ വിത്ത് പാകി അത് മുളച്ച് പന്തലിച്ച് പാൽമരമായി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ പറയാനുള്ളത്, രാഷ്ട്രീയം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്ത എൻ്റെ പ്രസ്ഥാനമാവട്ടെ, ദനീപടക്കമുള്ള ആരുടെ പ്രസ്ഥാനമാവട്ടെ, ഞാൻ അവരുടെ പ്രസ്ഥാനത്തില്ല, എല്ലാവരുടെ പ്രസ്ഥാനത്തിൻ്റെ ഇവിടുത്തെ യുവാക്കളിലേക്ക് രാഷ്ട്രീയം എന്തെന്നും പൊതുസേവനം എന്തെന്നും പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്കാവാത്തതിൻ്റെ അല്ലെങ്കിൽ പരിധിവരെ സാധിക്കാത്തതിൻ്റെ തെളിവ് മാത്രമാണത്. അത്തരത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വേദികളിലൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള വേദികൾ ഇനിയും ഉണ്ടാവട്ടെ. രാഷ്ട്രീയത്തിൽ മുഴുവൻ അഴുക്കാണെന്ന് പൊതുധാരാ സിനിമകളും മാധ്യമങ്ങളും പറഞ്ഞു വരുത്തിയ ആ ഒരു കേൾവി കേട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു വാഴ്ത്താരി കേട്ടിട്ട് വിശ്വസിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകൾക്ക് മുന്നിലേക്ക് കൂടുതൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്ന് അതിലെ അഴുക്കുകൾ എടുത്ത് മാറ്റാൻ പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ മാറട്ടെ. പുതിയ രാഷ്ട്രീയം നിങ്ങളെപ്പോലുള്ള ആയിരക്കണക്കിന് വരുന്ന യുവാക്കളിലാണ് അവർക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞു നിർത്തും. നമ്മൾ ശ്രദ്ധിച്ചാൽ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ ഭരണപക്ഷത്ത് ഏറ്റവും ആദ്യത്തെ ഭരണപക്ഷ പാർട്ടിയായി അവരോധിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള ഭരണപക്ഷ പാർട്ടികൾ ഒരു ഭാഗത്തും, അതേ നാളിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിപക്ഷമായി അന്നത്തെ പാർലമെൻ്ററി സംവിധാനത്തിൽ നിലകൊണ്ട ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് അതുപോലെ സോഷ്യലിസ്റ്റ് ഇടതുപക്ഷ ചിന്താഗതിക്കാരായ മുഴുവൻ പ്രസ്ഥാനങ്ങളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇടതുപക്ഷം ഏറ്റവും വലിയ പ്രതിപക്ഷമായി പാർലമെൻറ്റിൽ വന്ന സംവിധാനത്തെ നമുക്കറിയാവുന്നതാണ്. ഇന്ന് ഈ രണ്ട് പാർട്ടികളും ഇന്ത്യയെ സംബന്ധിച്ചെടുക്കുമ്പോൾ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമീപകാലത്തെ ഏറ്റവും വലിയ പ്രശ്നമായ ഫാസിസത്തെ നേരിടാൻ കഴിവില്ലാത്തവരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിൽ ദേശീയ തലത്തിലും അതുപോലെ തന്നെ ഇടതുപക്ഷം കേവലം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും CPM-ഉം CPI-യുമായി കേരളത്തിലും ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് നല്ല ബദലുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതിലുപരിയായിക്കൊണ്ട്
പാർലമെൻ്ററി രാഷ്ട്രീയത്തിലും നിയമസഭാ രാഷ്ട്രീയത്തിലുമൊക്കെ നമ്മൾ കാണുന്നത് ഭരണപക്ഷത്തിരിക്കുമ്പോൾ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വലിയ വായിൽ അതിനെ എതിർക്കുകയും മാനിഫെസ്റ്റോ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതല്ല ഞങ്ങളുടെ നിലപാട്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷം ചെയ്യുന്നതിനെ മുഴുവൻ എതിർക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതിനപ്പുറത്തേക്ക് അങ്ങനെ എതിർത്ത നിലപാടുകളെ ഞങ്ങൾ ഭരണത്തിൽ വരുമ്പോൾ ആരുടെയും എതിർപ്പുകളെ അവഗണിക്കാത്ത തരത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുവരാനും ആ പ്രവൃത്തിയെ പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവരാനും ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. നിലപാടുകളിലെ നൈതികത കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഞാനൊരു ഉദാഹരണം മാത്രമാണ് പറയുന്നത്, ഇതിലുള്ള ചർച്ചകൾക്ക് നമുക്ക് സമയമില്ല. ഗെയിലടക്കമുള്ള പദ്ധതികൾ, ഗെയിൽ ഒരുപാട് വർഷങ്ങളായി കേരളത്തിലെ വാതക പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ ഇടതുപക്ഷമാണ് ഭരണത്തിലുണ്ടതെങ്കിൽ അവർ അത് നടത്താനും, അല്ല ഇടതുപക്ഷം പ്രതിപക്ഷത്തേക്ക് മാറിയിരിക്കുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് ഭരണം അത് നടത്താൻ ഓങ്ങുമ്പോൾ ഇടതുപക്ഷം അതിനെ എതിർക്കുകയും നേരെ തിരിച്ചും സംഭവിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുമ്പിലുണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് രാജ്യത്തിൻ്റെ നല്ല ബദലുകൾ ചൂണ്ടിക്കാണിക്കും. ഞാൻ ഉദാഹരിക്കുന്നത്, ഗെയിൽ പദ്ധതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റായ വശമുണ്ടെങ്കിൽ അതിനെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ആ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയുമല്ലേ ഒരു ഭരണപക്ഷ പ്രതിപക്ഷ ഗവൺമെൻറ് ഈ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആഷിഫിന് പറയാം. വ്യക്തമായി ഇതിൻ്റെ ചോദ്യത്തിന് വലിയ ചർച്ചകളുടെ തന്നെ ആവശ്യമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതൊരു പരിധി വരെ ആദ്യത്തെ ചോദ്യം രാഷ്ട്രീയപരമായിട്ടുള്ള ചേരിതിരിവുകൾക്ക് ഒപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ നല്ല ബദലുകൾ സൃഷ്ടിക്കാനല്ലേ കൂടുതൽ മുൻതൂക്കം കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. രാഷ്ട്രീയപരമായ ചേരിതിരിവുകൾക്കപ്പുറം രാജ്യത്തിൻ്റെ നല്ല ബദലുകൾക്ക് മുൻതൂക്കം കൊടുക്കാൻ എനിക്ക് ഇവിടെ പറയാനുള്ളത്, കോൺഗ്രസ് എന്നും രാഷ്ട്രീയപരമായി BJPക്കെതിരെ അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെയുള്ള നല്ലൊരു ബദലാവാൻ എപ്പോഴും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നലെ അടക്കം ശ്രമിച്ച, നമുക്കറിയാം കോൺഗ്രസിനെ എന്നും എതിർത്തിട്ടുള്ള, അതിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യ സർക്കാർ മുതൽ കോൺഗ്രസിൻ്റെ മുന്നിൽ പ്രതിപക്ഷമായിട്ടിരുന്നിട്ടുള്ള CPMനോട് പോലും കൈകോർത്തുകൊണ്ട് സംഘപരിവാറിനെതിരെ ബദലാവാനുള്ള അല്ലെങ്കിൽ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ബദലാവാനുള്ള ശ്രമമാണ് കോൺഗ്രസ് എന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അടുത്ത ഉദാഹരണം നമുക്കറിയാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിൻ്റെ വോട്ടുകളൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. BJP പറഞ്ഞത് എന്താണ്? കോൺഗ്രസ് CPMയുമായി സഖ്യത്തിലേർപ്പെട്ട് സഹായിച്ചു. അറിയാം, കോൺഗ്രസ് ദുർബലമായതല്ല, കോൺഗ്രസ് മതേതര ചേരിക്ക് ശക്തി പകർന്നതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ അത്തരത്തിൽ മതേതരത്വത്തിനോട് കൂടെ നിൽക്കുമെന്ന് ഒരു ചെറിയ ഉറപ്പുള്ള ഏതെങ്കിലും ഒരു ശക്തിയോട് ചേർന്ന് നിൽക്കാനാണ് കോൺഗ്രസ് എന്നും ആഗ്രഹിക്കുന്നത്. അത് BJP അല്ലാത്ത, സംഘപരിവാറല്ലാത്ത ഏത് ശക്തിയോടും ഏതിനോടും കോൺഗ്രസിനോട് ലയിക്കാനാവും. കോൺഗ്രസ് അതിനോട് താതാത്മ്യം പ്രാപിക്കും, കോൺഗ്രസ് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. അപ്പോൾ ബദലുകൾ ഉണ്ടാവുക എന്നത് ഇത്തരത്തിലൊക്കെയാണല്ലോ. തിരഞ്ഞെടുപ്പ് ബദലുകളിൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നിലപാടുകളാണ് കോൺഗ്രസ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയും അത്തരത്തിലുള്ള ബദലുകൾ ഉണ്ടാവട്ടെ, അങ്ങനെ തുടരും. അതാണ് ആദ്യത്തെ ചോദ്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ബംഗാളിലടക്കം കോൺഗ്രസ് CPMുമായി കൈകോർത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും, BJPക്കെതിരെ എങ്ങനെയാണ് അവിടെ തൃണമൂൽ കോൺഗ്രസ് അല്ലേ മത്സരിക്കുന്നത്? BJP എന്നത് ഒരു പാർട്ടിയാണെങ്കിലും ആശയം വേറെയാണ്. ആശയം എന്നത്, സംഘപരിവാറിൻ്റെ ആശയം എന്നത് മാടമ്പി ഫ്യൂഡൽ രാഷ്ട്രീയമാണ്, അതായത് ഫാസിസ്റ്റ് രാഷ്ട്രീയമാണ്. എതിർ ശബ്ദങ്ങളെ തല്ലിയൊതുക്കുന്ന, എതിർ ശബ്ദങ്ങളുടെ തലവിച്ഛേദിക്കുന്ന,
എതിർ ശബ്ദങ്ങളുടെ നാവരിയുന്ന ഒരു രാഷ്ട്രീയമാണ് സംഘപരിവാർ രാഷ്ട്രീയം. അതിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയവും. അപ്പോൾ അത്തരത്തിലുള്ള ഫാസിസ്റ്റ് രാഷ്ട്രീയത്തോട് കിടപിടിക്കാൻ, അത്തരത്തിലുള്ള ഫാസിസ്റ്റ് രാഷ്ട്രീയത്തോട് പൊരുതാൻ വേണ്ടി ഏത് മതേതര പ്രസ്ഥാനത്തോടും കോൺഗ്രസ് കൂടെ നിൽക്കാൻ തയ്യാറാണ് എന്നതാണ് അടുത്തിടെ ബംഗാളിലടക്കം കണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള നിലപാടുകൾ പൊതുജനത്തിനിടയിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലേ എന്ന ഒരു ബോധ്യം, രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടാൻ ഇത്തരത്തിലുള്ള ഭരണപക്ഷ പ്രതിപക്ഷ സംസ്കാരങ്ങൾ അവരുടെ മനസ്സിലേക്ക് ഒരു നുറുങ്ങിട്ട് കൊടുക്കുന്നില്ലേ എന്നുകൂടി ഞാൻ ധനീവിനോട് ചോദിക്കുകയാണ്. നേരത്തെ ചോദ്യം, ഈ ചോദ്യത്തിനകത്ത് കുറേ തലങ്ങളുണ്ട്. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിനകത്ത് സംഘപരിവാർ എടുത്തു വരുന്ന നിലപാടുകൾ, എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വന്നത് നമ്മുടെ രാഷ്ട്രീയത്തിനകത്ത് ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഒരു നിലപാട്, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നിലപാട്, അത് കഴിഞ്ഞ് ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ട് ഒരു പക്ഷേ ആധുനിക കാലം ആഗ്രഹിക്കുന്നതും എന്നാൽ ഇവിടെ പറഞ്ഞതുപോലെ ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെയാണ്. ഇവിടെ എൻ്റെ പക്ഷത്തിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു നിലപാടുണ്ട്. ആ നിലപാട് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും പാർലമെൻ്ററി രംഗത്തിനകത്ത് എടുക്കുന്ന നിലപാട് നിലനിൽക്കുന്ന സാമൂഹിക പ്രക്രിയയെ ആകെ തന്നെ മാറ്റാൻ കഴിയാവുന്നതാണ് എന്നുള്ള ഒരു മൂഢമായിട്ടുള്ളൊരു ചിന്തയൊന്നും ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യം ഇന്ത്യൻ സമൂഹത്തിനകത്തുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം തന്നെയാണ് നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുക. കാരണം നിലനിൽക്കുന്നൊരു സാമൂഹ്യ ക്രമമുണ്ട്. ആ ക്രമത്തിനകത്ത് നമ്മുടെ ഭരണഘടന വരുന്നുണ്ട്, നിലനിൽക്കുന്ന പാർലമെൻ്ററി സിസ്റ്റം വരുന്നുണ്ട്, ജുഡീഷ്യറി വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. അത്തരമൊരു ഫെഡറൽ സിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തിനകത്ത് ഒരു കൊച്ചു പ്രദേശമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിന് ഞാൻ ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ, എന്നാൽ പാർലമെൻറ്റ് രംഗത്തിനകത്ത് ഇടപെടാൻ കഴിയാവുന്നത് മോശമാണെന്നോ അല്ലെങ്കിൽ അത് അപ്പാടെ മോശമാണെന്നൊന്നും ഒരു അഭിപ്രായം ഇടതുപക്ഷത്തിനില്ല. എന്നാൽ ഈ നിലനിൽക്കുന്ന സാഹചര്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് എങ്ങനെ ജനോപകാരപ്രദമായിട്ടുള്ള ജനങ്ങളുടെ ഈ സാമൂഹ്യമായിട്ടുള്ള പ്രയാസങ്ങളെ മാറ്റിമറിക്കാൻ സഹായകരമാകുന്ന ഏറ്റവും നല്ല നിലപാട് എടുക്കാൻ കഴിയാവുന്നതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തിക്കുക എന്നുള്ള
ഒറ്റ ചിന്തയാണ് ഈ പാർലമെന്ററി രംഗത്തിനകത്തുള്ളത്. എന്നാൽ പാർലമെന്ററി രംഗം കൊണ്ട് രാജ്യത്തെ ആകെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല എന്നുള്ള ഒറ്റ ഉത്തരം തന്നെ പറയാറുള്ളൂ. കാരണം എന്താ, നിലനിൽക്കുന്ന സാമൂഹിക ക്രമമുണ്ട്. ആ ക്രമത്തെ ആകെ തന്നെ മാറ്റിമറിക്കാൻ കഴിയാവുന്ന ഒരു സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ ആ സിദ്ധാന്തത്തിൻ്റെ പ്രായോഗികവൽക്കരണത്തിലൂടെ മാത്രമാണ് നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ ജാതി രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ മാടമ്പി രാഷ്ട്രീയത്തിൻ്റെ ഈ വലിയ മതപ്രമാണിമാർ ഞാൻ ഉദ്ദേശിച്ചത് പൊളിറ്റിക്സ്, മതം പൊളിറ്റിക്സിലേക്ക് ഇടപെടുന്നതിൻ്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ SDP ഒക്കെ പോലെ നിലപാട്, ആ നിലപാട് ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഇപ്പുറത്ത് മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് RSS മറുപക്ഷത്ത് നിൽക്കുകയാണ്. പക്ഷേ മറുപക്ഷത്ത് നിൽക്കുമ്പോൾ ഏതാണോ വലിയതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും RSSൻ്റെ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ പ്രയാസകരമായിട്ടുള്ള ഇന്നത്തെ സാഹചര്യം നിൽക്കുന്നത്. എന്നാൽ അതിന് സഹായകരമാകുന്ന നിലപാട് തന്നെയാണ് ഇപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമിയും അതോടൊപ്പം തന്നെ SDP നടത്തി വരുന്നത്. അപ്പോൾ മതം പൊളിറ്റിക്സിലേക്ക് ഇടപെടുന്നതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം ഇന്ത്യൻ സമൂഹത്തിനകത്ത് ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു രാജ്യ രൂപീകരണത്തിന് വേണ്ടി RSS അവിടെ പരിശ്രമിക്കുന്ന സമയത്ത് നാം എല്ലാവരും കൂട്ടമായി നിന്ന് അതിനെ പ്രതിരോധിക്കണമെന്ന് ഉള്ളത് ശരി തന്നെയാണ്. എന്നാൽ ഇത്തരം ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് മാത്രം തന്നെയാണ് നമുക്കതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയുക. അങ്ങനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്ത്യൻ സാഹചര്യം രൂപപ്പെട്ടു വരുന്നതിൻ്റെ ഏറ്റവും വലിയ നമ്മളെ മുന്നിലുള്ള കാഴ്ചകളാണ് കർഷക സമരങ്ങളിലൂടെ. അതൊരു പാർലമെൻ്ററി രംഗമല്ല. കാരണം ഇടതുപക്ഷം എടുക്കുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് കർഷക സമരങ്ങൾ, കർഷക തൊഴിലാളികളുടെ സമരങ്ങൾ, മറ്റ് നാനാവിധിയിലുള്ള എല്ലാവിധ സമൂഹത്തിൻ്റെ പ്രയാസങ്ങൾക്കും അറുതി വരുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടം നടത്തുകയാണ്. ആ പോരാട്ടത്തിൻ്റെയൊക്കെ ഭാഗമായി തീർച്ചയായിട്ടും ഈ ഒരു സിദ്ധാന്തത്തിൻ്റെ പ്രായോഗികവൽക്കരണം ഉണ്ടാവുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രവർത്തിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ ഭരണപക്ഷം പ്രതിപക്ഷം എന്ന ഒറ്റ കാര്യത്തിലേക്ക് എനിക്ക് പ്രതിപക്ഷം എന്ന് പറയുന്നത് ഭരണപക്ഷം എടുക്കുന്ന നിലപാടുകളെ അപ്പാടെ എതിർക്കുക എന്നതായിരിക്കരുത് പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം. പ്രതിപക്ഷത്തിൻ്റെ ഇടതുപക്ഷ ദൗത്യം എന്ന് പറയുന്നത് എടുക്കുന്ന നിലപാടുകൾക്ക് അതിനേക്കാൾ ഗുണകരമാകുന്ന ഒരു ബദൽ സൃഷ്ടിക്കുക. അങ്ങനെ ബദൽ സൃഷ്ടിക്കുകയാണ് പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. കാരണം ഒരു കാര്യം ഇന്നത് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നു എന്ന് ഭരണപക്ഷം പറയുമ്പോൾ അതിനെ എതിർക്കുക എന്ന് മാത്രമല്ല, അതിൻ്റെ എതിർവശങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനേക്കാൾ മികച്ച രീതിയിൽ അതെങ്ങനെ നടപ്പിലാക്കാൻ വേണ്ടി കഴിയുക എന്ന തരത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകും. അതായത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും, ഏത് ഭരണപക്ഷത്തിരിക്കായാലും, ഏത് പ്രതിപക്ഷത്തിരിക്കായാലും ഈ സാഹചര്യത്തിൽ അത്തരത്തിൽ കാണണമെന്നാൽ ചില സമയത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു നിലപാടുണ്ട്. അത് എടുക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൻ്റെ ഒരു ബദൽ വയ്ക്കാനുള്ള ഇടതുപക്ഷത്തിൻ്റെ നിലപാടുണ്ട്. ആ നിലപാട് ഉയർത്തിപ്പിടിച്ചാണ് ഇടതുപക്ഷം പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു ശരിയുടെ നിലപാട് എന്ന തരത്തിലേക്കാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ഫാസിസം അതിൻ്റെ മുഴുവൻ കഴിവും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ എത്രത്തോളം അവർ കഠിന പ്രയത്നം നടത്തിയിടും ഈ കഴിഞ്ഞ ശബരിമല വിവാദത്തിന് ശേഷം പോലും പത്തനംതിട്ടയടക്കമുള്ള മണ്ഡലങ്ങളിൽ പോലും ഫാസിസത്തിന് കടന്നു കയറാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കേരളം അവരെ തീണ്ടാപ്പാടകലെ നിർത്തി എന്നുള്ളതിന് വ്യക്തമായ ഉദാഹരണങ്ങളാണ്. നമുക്കറിയാം, ഇങ്ങനെയുള്ള ചില സമയങ്ങളിൽ കൃത്യമായി NRCയുടെ പ്രക്ഷോഭങ്ങൾ വന്നപ്പോൾ കേരള നിയമസഭ ഉടനടി അതിനെതിരിൽ ഇവിടെ നടപ്പിലാക്കില്ല എന്ന് കൃത്യമായി നിയമസഭ നിലപാടെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ നിയമസഭയിലെ രണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് കൂടിയിട്ടുള്ള സമര പോരാട്ടങ്ങളുടെ ഒരു വലിയ മുഖം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റു വിഷയങ്ങളിൽ കൂടി മുഴുവൻ വിഷയങ്ങളിലും ഒരു ഏകോപന നിലപാടുകളിലേക്ക് കടന്നു വരുന്ന ഭരണപക്ഷ പ്രതിപക്ഷങ്ങളെ ഞാൻ ചോദിച്ചതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഒരു ഭരണപക്ഷ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി കൃത്യമായ നിലപാടുകൾ എടുക്കുന്ന ഒരു രാഷ്ട്രീയം നമുക്ക്
ഇനി സ്വപ്നം കാണാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ദിനേശ്, ആഷിഫിന് പറയാം. കൃത്യമായി പറഞ്ഞാൽ പ്രതിപക്ഷ ദൗത്യമെന്നത് ദിനീപ് പറഞ്ഞതുപോലെ കേവലമായ ഒരു പദ്ധതിയെ കൂടുതൽ മികച്ച രീതിയിൽ പ്രായോഗികവൽക്കരിക്കുന്നതിനപ്പുറമായിട്ട് ഏതെങ്കിലും ഒരു പദ്ധതി അതിൻ്റെ മെറിറ്റ് പഠിച്ചുകൊണ്ട് വ്യക്തമായി നടപ്പിലാക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഇവിടുത്തെ ജനങ്ങൾക്കെതിരെയാണെന്ന്, അല്ലെങ്കിൽ അത് ഇവിടുത്തെ സമൂഹത്തിനെതിരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തിരുത്തിക്കാനുള്ള, അതിനെതിരെ പറയാനുള്ള ആർജവം കൂടി കാണിക്കലാണ് പ്രതിപക്ഷ ദൗത്യം. കഴിഞ്ഞ കാലങ്ങളിലായിട്ട് എൻ്റെ പ്രസ്ഥാനം നയിക്കുന്ന പ്രതിപക്ഷം അതിൽ 100% നീതി പുലർത്തി എന്ന് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാലോ, കരിമണൽ ഖനന മുതൽ സ്പ്രിംഗ്ലർ അടക്കമുള്ള അഴിമതികളിൽ സർക്കാരിന് തിരിച്ച് പിറകോട്ട് പോവേണ്ടി വന്നത് അത്തരത്തിലുള്ള നിലപാടുകളുടെ, അത്തരത്തിലുള്ള സമരങ്ങളുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറ്റ് ആവർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ തെറ്റിനെ തിരുത്തിക്കുക എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രാഥമികമായ ആദ്യത്തെ ദൗത്യം. തീർച്ചയായും ഒരു ഭരണം നടക്കുന്ന സമയത്ത് പല രീതിയിലുള്ള സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് പല രീതിയിലുള്ള ഇൻഫ്ലുവൻസിൻ്റെ, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇൻഫ്ലുവൻസിൻ്റെ പാത്രമാകേണ്ടി വരാറുണ്ട് ഇവിടുത്തെ സർക്കാരുകളൊക്കെ. അത് ഏത് സർക്കാരാവട്ടെ, ഇടതുപക്ഷ സർക്കാരാവട്ടെ, UDF സർക്കാരാവട്ടെ, ഏത് സർക്കാരാവട്ടെ, അത്തരത്തിലുള്ള ബാഹ്യമായ ഇൻഫ്ലുവൻസിൽ നിന്നും വീണ് പോകുന്ന സർക്കാരുകളെ തട്ടിയെഴുന്നേൽപ്പിക്കേണ്ട, ഉണർത്തേണ്ട ഒരു ബാധ്യത ഇവിടുത്തെ പ്രതിപക്ഷത്തിനുണ്ട്. അത് തന്നെയാണ് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരുന്ന തെറ്റുകളെ തിരുത്തുക എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ദൗത്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റുള്ള എല്ലാ മേഖലകളിലും, മറ്റുള്ള എല്ലാ സമയങ്ങളിലും സുഹൃത്ത് പറഞ്ഞതുപോലെ ഇവിടെ പാസ്സാക്കിയ ബില്ല് നമുക്കറിയില്ല, കർഷക ബില്ല് പാസ്സാക്കുന്ന സമയത്ത് ബില്ല് പാസ്സാക്കിയതിന് ശേഷം പ്രത്യേക നിയമസഭാ യോഗം വിളിക്കണമെന്ന് പ്രതിപക്ഷം കത്ത് കൊടുത്തിട്ട് സർക്കാർ സംവദിച്ചിട്ട് ഗവർണർക്ക് കത്ത് കൊടുത്തപ്പോൾ വിളിക്കാതിരുന്ന് ഒരുമിച്ച് അതിനെതിരെ, കർഷക ബില്ലിനെതിരെ പ്രമേയം പാസ്സാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നതുപോലെ ഇനിയും നിൽക്കും. CAA പോലുള്ള സമരങ്ങളിൽ ഇനിയും നിൽക്കും. അത്തരത്തിലുള്ള സമയങ്ങളിൽ നിൽക്കുന്നതിനോടൊപ്പം സർക്കാർ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും കണ്ണടച്ച് മിണ്ടാതിരിക്കുകയില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കുക കൂടിയാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രാഥമിക ദൗത്യമെന്ന് പറഞ്ഞതുകൊണ്ട് അതാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ എല്ലിന്മേലേക്ക് ആരെങ്കിലും അടിക്കാൻ ഓങ്ങുമ്പോൾ മാത്രം ഉയർന്നു വരുന്ന ഒരു ലയനമായിട്ട് നമ്മുടെ ഭരണപക്ഷ പ്രതിപക്ഷ സമരങ്ങൾ മാറുന്നുണ്ടോ? അതല്ലെങ്കിൽ NRC പോലത്തെ, പിന്നെ കർഷക ബില്ല് പോലത്തെ വലിയ പ്രതിഷേധങ്ങൾ രാജ്യമെമ്പാടും വളർന്നു വന്ന പ്രതിഷേധങ്ങളിൽ കേരളത്തിലെ നിയമസഭ ഒരുമിച്ചൊരു സ്റ്റാൻഡ് എടുത്തു എന്ന് ഞാൻ മുന്നേ ഓർമ്മപ്പെടുത്തിയതാണ്. ഇത്തരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണോ ഭരണപക്ഷ പ്രതിപക്ഷ കൂട്ടായ്മ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നമ്മൾ ഇവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൻ്റേതായിട്ടുള്ള നിലപാടുകളുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കോണുകളിൽ നിൽക്കുന്നത്. കാരണം ആസിഫ് കോൺഗ്രസ് ആകുന്നതും ഞാൻ ഇടതുപക്ഷമാകുന്നതൊക്കെ മനുഷ്യരാണ്. എന്നാൽ പോലും നിലനിൽക്കുന്ന സാഹചര്യത്തിനകത്ത് ആസിഫ് കോൺഗ്രസ് ആകുന്നതും ഞാൻ CPIM ആകുന്നതൊക്കെ നിലപാടുകളുടെ ഭാഗമായിട്ടാണ്. അങ്ങനെയാണ് അതിനെ കാണാൻ വേണ്ടി കഴിയുള്ളത്. അല്ലാതെ ആസിഫിന് എൻ്റെ സുഹൃത്താണ്, ഞാൻ ആസിഫിൻ്റെ സുഹൃത്താണ്. ആസിഫിൻ്റെ വീട്ടിലെ വിശേഷങ്ങൾക്ക് ഞാൻ പോകും, ആസിഫ് എൻ്റെ വിശേഷങ്ങൾക്ക് വേണമെങ്കിൽ വരും. അവിടെ ഒന്നൊരു തടസ്സമില്ല. അപ്പോൾ ഇതൊരു സ്നേഹബന്ധങ്ങളുടെ ഒരു പ്രശ്നമല്ല. നമ്മളെടുക്കുന്ന രാഷ്ട്രീയത്തിൽ രാഷ്ട്രത്തെ സംബന്ധിച്ചെടുക്കുന്ന നിലപാടിൻ്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഒരു താൽക്കാലിക പ്രതിസന്ധി ഘട്ടത്തിനകത്ത് നമ്മളിപ്പോൾ ഒരാളൊരു കുഴിയിലേക്ക് പെട്ടെന്ന് വീണ് പോവുകയാണ്. വീണ് പോകുന്ന കുഴിയിലേക്ക് അയാളെ കൈപിടിച്ച് കയറ്റിയതുകൊണ്ട് അയാളുടെ നിലപാട് യഥാർത്ഥത്തിൽ ശരിയായിരുന്നു എന്നൊന്നും നമ്മൾ എടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ എനിക്കൊക്കെ വലിയ നിരാശ ഉണ്ടാക്കുന്നൊരു സന്ദർഭം എന്ന് പറയുന്നത്, കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ
മതേതര പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടിയാണെന്നൊക്കെ അവകാശപ്പെട്ടിരുന്നതാണ് കോൺഗ്രസ് എന്ന നിലയിൽ. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകൾക്ക് ഉപരിയായിക്കൊണ്ട് കോൺഗ്രസ് ഇന്ത്യയിലാകെ തന്നെ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങളുടെ പക്ഷം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സാഹചര്യം എന്ന് പറയുന്നത് ജാത്യാധിഷ്ഠിതമായിട്ട് സാമ്പത്തികമായിട്ട് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു സിസ്റ്റം നിലനിൽക്കുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിനകത്ത് കോൺഗ്രസിനെ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. അങ്ങനെ പങ്കുവഹിക്കാവുന്ന കോൺഗ്രസ് ഒരു മൃദു ഹിന്ദുത്വ സമീപനം എടുക്കുന്ന, ഇപ്പോൾ നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ നിലപാട്, ഗുജറാത്തിനകത്ത് മറ്റൊരു നിലപാട്, CAA വന്ന സമയത്ത് കോൺഗ്രസിൻ്റെ നിലപാട്, കേരളത്തിനകത്ത് ഈ സംയുക്ത മുന്നണി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ നിലപാട് ശരിയായി കോൺഗ്രസ് എടുത്തുവെങ്കിൽ ദേശീയ തലത്തിനകത്ത് കോൺഗ്രസ്സിന് നിലപാടുകൾക്കകത്ത് വെള്ളം ചേർക്കേണ്ടതായി വന്നു. കാരണം കോൺഗ്രസ്സിന് CAA കേരളത്തിനകത്ത് മുഖ്യമന്ത്രി പറഞ്ഞു അത് ഇടതുപക്ഷത്തിൻ്റെ നിലപാടാണ്, അതിവിടെ നടപ്പിലാക്കാൻ വേണ്ടി കഴിയില്ല എന്ന് ഉറച്ച ശബ്ദത്തോടു കൂടി പറഞ്ഞപ്പോൾ ദിവസങ്ങൾക്ക് ശേഷമാണ് പഞ്ചാബിൻ്റെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിക്ക് അത് പറയാൻ വേണ്ടി സാധിച്ചത്. അല്ലെങ്കിൽ മറ്റ് ഇതര ഇടങ്ങൾക്കകത്ത് പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയെ പോലെ നിരവധിയായിട്ടുള്ള മുഖ്യമന്ത്രിമാർ കോൺഗ്രസിനകത്ത് ഉണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാടുകൾ ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലുള്ള, സച്ചിൻ പൈലറ്റിനെ പോലുള്ള ആളുകളൊക്കെ നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്നത് അവരൊക്കെ ഒരു മതേതര പക്ഷത്ത് നിൽക്കുമെന്നാണ് ഞാൻ നിങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അവരുടെ നിലപാട് അത് തീർത്തും നമുക്ക് നിരാശ ഉണ്ടാക്കുന്ന നിലപാടായിരുന്നു. അതുകൊണ്ട് തന്നെ യോജിക്കാവുന്ന മേഖലകളിൽ തീർച്ചയായിട്ടും ഫാസിസം ഇങ്ങനെ ഭീതിതമായി വരുമ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി ഏതു പക്ഷത്തും നമ്മൾ യോജിക്കാവുന്ന മേഖലയൊക്കെ കണ്ടെത്തും. എന്നാൽ ചില ഘട്ടത്തിനകത്ത് ഈ ബദൽ രാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്രീയത്തിനകത്ത് BJP എടുക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ബദലായി കോൺഗ്രസിന് നിൽക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനം ഇന്ന് കാണുന്ന രീതിയിലേക്ക് പോകുമായിരുന്നില്ല. നമുക്കറിയാം, ഇപ്പോൾ ബാബറി മസ്ജിദ് വിഷയമായാലും ബാബറി മസ്ജിദിൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വന്ന വിധിയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ആഗ്രഹിക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ സ്വരാജിൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞ ഇതിനേക്കാൾ അപ്പുറത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് സ്വരാജ് പറഞ്ഞപ്പോൾ അതൊരു കോടതി അലക്ഷ്യമായി പോയ കണ്ട ആളുകളുണ്ട്. അല്ലെങ്കിൽ ബാബറി മസ്ജിദിൻ്റെ സ്ഥാനത്ത് രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി പോകുമ്പോൾ കമൽനാഥ് പറഞ്ഞത് എന്നെ വിളിച്ചില്ല എന്ന വിഷമം ഉന്നയിക്കുന്ന ആളുകളായിട്ട് ഹിന്ദുത്വ നിലപാടുകൾക്ക് യോജിച്ച് നിൽക്കുമ്പോൾ ഈ നിലപാടിന് ഒരു തരത്തിലും യോജിച്ച് നിൽക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ RSSന്റെ നിലപാടുമായി ബന്ധപ്പെട്ട് ഇവിടെ അല്ലെങ്കിൽ വികസന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടൊക്കെ ചേർന്ന് നിൽക്കാവുന്ന മേഖലകൾക്കകത്തൊക്കെ ചേർന്ന് നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രളയ സമയത്ത് പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട് ഒരുമിച്ചാണ് മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ചത്. അല്ലെങ്കിൽ സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും ഒരേ കൈ പിടിച്ചുകൊണ്ടാണ് CAA സമരത്തിനകത്ത് മുന്നിൽ നിന്ന് നയിച്ചത്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിക്കകത്ത് KSUവും SFI ഒക്കെ സമരരംഗത്ത് വന്നതും ഈ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാൽ മറ്റ് ഈ RSSനെ പ്രീണിപ്പിക്കുന്ന മൃദു ഹിന്ദുത്വ നിലപാടിനോട് ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാനോ ആ നിലപാടിൻ്റെ കോൺഗ്രസിൻ്റെ നിലപാടിനെ നഖശിഖാന്തം എതിർക്കാൻ മാത്രമാണ് ഈ സമയത്ത് കഴിയുള്ളൂ. ഓക്കെ, ഇനി 2 ചോദ്യങ്ങൾ കൂടിയാണുള്ളത്. നമ്മുടെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ 2 പേരും ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ വളരെ അവരുടേതായ അടയാളങ്ങൾ രേഖപ്പെടുത്തിയവരാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നുള്ളത് ഒരു വലിയ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ശബ്ദിക്കാനുള്ള ഒരു വലിയ മാർഗമായിട്ട് തന്നെയാണ് രാജ്യത്തെ നേതാക്കൾ എല്ലാവരും കണ്ടിരുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ക്യാമ്പസിൻ്റെ ക്ലാസ് റൂമുകളിൽ നിന്ന് ഇറങ്ങി ഓടി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വേദികളിൽ പങ്കെടുത്ത ചരിത്രങ്ങൾ നമ്മുടെ മുൻഗാമികൾക്കുണ്ട്. 1968 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന കാലത്ത് മിഷേൽ ഫൂക്കോ എന്ന് പറയുന്ന തത്വചിന്തകൻ പറയുന്നത് വിദ്യാർത്ഥികൾ വിപ്ലവം നയിക്കുകയോ അതല്ലെങ്കിൽ വിപ്ലവം സൃഷ്ടിക്കുകയോ അല്ല ചെയ്യേണ്ടത്, വിദ്യാർത്ഥികൾ തന്നെയാണ് വിപ്ലവമെന്ന് പറയുന്നു.
അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് വലിയ സ്ഥാനമുണ്ട്. വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നതിലും സാമൂഹിക മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിലും വലിയ മാർഗങ്ങളുണ്ട്, അതല്ലെങ്കിൽ വലിയ സ്ഥാനമുണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ കേരളീയ സാഹചര്യത്തിലെ ദേശീയ സാഹചര്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ദേശീയ ക്യാമ്പസുകളിൽ വലിയ സമരങ്ങൾ നടക്കുന്നു, സംവാദങ്ങൾ നടക്കുന്നു. പക്ഷേ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഒരു പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നത് ചില പ്രേമകഥകളും അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു നല്ല വിപ്ലവങ്ങളെ ഇന്ത്യയിലൊട്ടാകെ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് പറയപ്പെടാൻ കഴിയുന്ന ഒരു നല്ല സമരം ഉയർന്നു വന്നതായിട്ട് കാണാൻ കഴിയില്ല. എല്ലാവരും തുള്ളിയപ്പോൾ ഒരുമിച്ച് തുള്ളി എന്ന് പറയാൻ നമുക്ക് കഴിയും. പക്ഷേ കേരളീയ സാഹചര്യത്തിൽ അവരുടെ നേതൃത്വത്തിൽ, കേരളീയ ക്യാമ്പസുകളുടെ നേതൃത്വത്തിൽ ഒരു സമരത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ, ഒരു സംവാദത്തിനെ രൂപപ്പെടുത്തി കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതിനെക്കുറിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ മുൻനിരയിൽ നിന്ന് പൊരുതിയ പോരാളികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. നമ്മുടെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദനീബ് എന്താണ് പറയുന്നത്? വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രായം എന്ന് പറയുന്നത് ഒരു സർഗാത്മകമായിട്ടുള്ള യൗവനമാണ്. അവിടെ ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് സർഗാത്മകമായിട്ടുള്ള ലോകത്തിനകത്ത് നടന്നിട്ടുള്ള ഏത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള മാറ്റങ്ങൾക്കും പിന്നിലും മുന്നിലും നിന്ന് പ്രവർത്തിച്ച് ഇരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് യുവജനതയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ത്യൻ സാഹചര്യത്തിൽ പരിശോധിച്ചാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ഘട്ടത്തിനകത്ത് ആയിരങ്ങൾ പതിനായിരങ്ങൾ ചോരയും നീരും കൊടുത്താണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം രൂപപ്പെടുത്തിയെടുത്തത്. അവിടെ ഗാന്ധിജിയെയും ഗോഖലെയും സുഭാഷ് ചന്ദ്രബോസിനെയൊക്കെ ഓർക്കുന്നുണ്ട് എന്നിരുന്നാലും നമ്മുടെ മനസ്സിലേക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൊടുന്നനെയുള്ള ഓർമ്മകളിലേക്ക് നമുക്ക് വരിക ഒരുപക്ഷെ ഭഗത് സിംഗിനെ ആയിരിക്കാം, അല്ലെങ്കിൽ രാജ്ഗുരുവിനെ ആയിരിക്കാം, സുഖദേവിനെ ആയിരിക്കാം. അത് യുവാക്കളാണ്. യുവാക്കളുടെ ഒരുപക്ഷെ ഗാന്ധിജിക്ക് ഒരുപക്ഷെ എതിർപ്പ് നേരിട്ട ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് ഭഗത് സിംഗിൻ്റെ ബ്രിട്ടീഷുകാർ കൊലമരത്തിലേറ്റാൻ വേണ്ടി ഭഗത് സിംഗിനെ പിടിച്ചുകൊണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഗാന്ധിജി എതിർക്കപ്പെട്ട ഏറ്റവും വലിയൊരു സിറ്റുവേഷൻ ഇന്ത്യൻ സാഹചര്യത്തിനകത്തുണ്ടായത്. അപ്പോൾ യുവാക്കൾ എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ സാമൂഹിക പ്രക്രിയയെ മാറ്റാൻ കഴിവുള്ളവരാണ്. അതിനെ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് യുവജന പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ശ്രമകരമായിട്ടുള്ള ദൗത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ചിലപ്പോൾ ചില മോശം പ്രവണതകൾ ഉണ്ടായിട്ടുണ്ടാവാൻ, എന്നാൽ അപ്പാടെ യുവ സമൂഹത്തെ, വിദ്യാർത്ഥി സമൂഹത്തെ നമുക്ക് അടച്ചാക്ഷേപിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം കേരളത്തിനകത്ത് നടന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾക്കും ഇന്ത്യക്കകത്ത് നടന്നിട്ടുള്ളതും നടന്നുകൊണ്ടിരിക്കുന്ന കർഷക സമരം പോലുള്ള സമരങ്ങൾക്കകത്തും രാജ്യത്തിൻ്റെ CAA സമരം വന്ന പ്രയാസം വന്ന സമയത്ത്, പൗരത്വ ഭേദഗതി ബില്ല് വന്ന സമയത്ത് ആദ്യം ഉയർന്നു വന്ന ശബ്ദം എന്ന് പറയുന്നത് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെതാണ്. വിദ്യാർത്ഥികളാകെ തന്നെ മോശമാണെന്ന്, യുവാക്കളാകെ തന്നെ മോശമാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് തന്നെ അതൊരു അരാഷ്ട്രീയതയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്തരം അരാഷ്ട്രീയത എതിരായിക്കൊണ്ട് സർഗാത്മക വിദ്യാർത്ഥി സമൂഹത്തെ പാട്ടും കവിതകളും എഴുതാൻ കഴിയാവുന്ന ആളുകൾ എഴുതാനും, ചിത്രം വരയ്ക്കാൻ കഴിയാവുന്നവർ ചിത്രം വരയ്ക്കാനും, ശബ്ദിക്കാൻ കഴിയാവുന്നവർ ശബ്ദിക്കാനും, പ്രസംഗിക്കാൻ കഴിയാവുന്നവർ പ്രസംഗിക്കാനും, അവൻ്റെ വൈജ്ഞാനിക തലങ്ങളെ ഏത് തരത്തിലാണ് ഉപയോഗപ്പെടുത്തുക അതിനെ നല്ല രീതിയിലേക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി വിദ്യാർത്ഥി സമൂഹത്തിന്, സംഘടനകൾക്ക് കഴിയുമാറ് ശ്രമകരമായിട്ടുള്ള ദൗത്യം അതെല്ലാ സംഘടനകളും നടത്തി വരുന്നുണ്ട്. എന്നാൽ അവിടെ എതിർക്കപ്പെടേണ്ടത് മതപരമായിട്ടുള്ള ചേരിത്തിരിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ക്യാമ്പസ് ഫ്രണ്ടിനെ പോലുള്ള, ABVP പോലുള്ള അവരുടെ നിലപാടുകളെയാണ് നമ്മൾ തീർത്തും മോശമായി കാണേണ്ടതുണ്ട്. വിദ്യാർത്ഥി സമൂഹത്തിനകത്ത് അവൻ്റെ ചിന്തകളെ, അവൻ്റെ കൂട്ടായ്മകളെ ശിഥിലീകരിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവമായിട്ടുള്ള പരിശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതിനെ എതിർക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ അരാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ എതിർത്ത് രാജ്യത്തിലുണ്ടാകുന്ന ഏതു പ്രതിസന്ധി ഘട്ടത്തിനകത്തും ഇടപെടാൻ കഴിയാവുന്ന ഒരു ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു സമൂഹത്തെ, വിദ്യാർത്ഥി സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി
വിദ്യാർത്ഥി സംഘടനകൾക്ക് കഴിയുന്നുണ്ട്. അതിനെ നിലനിർത്തി പോവുക തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടതാണ്, നമ്മുടെ ക്യാമ്പസുകളുടെ അകത്ത് തൊട്ടപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട, അതല്ലെങ്കിൽ നമ്മുടെ ഉമ്മ ചുട്ടെടുത്ത ഭക്ഷണം കൊണ്ടുവന്ന് ക്യാമ്പസുകളിലകത്തിരുന്ന് തുറക്കുമ്പോൾ തൊട്ടപ്പുറത്തെ കൂട്ടുകാരൻ നമ്മുടെ ഭക്ഷണപാത്രത്തിൽ കൈയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ പലപ്പോഴും ആയുധങ്ങൾക്ക് മൂർച്ചയേറുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വന്തം സഹപാഠിയുടെ മുഖത്തേക്ക് കൈ ചുരുട്ടിയിടിക്കാനും അവൻ്റെ മൂക്കിൻ്റെ പാലം തകർക്കാനും കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക്, അതല്ലെങ്കിൽ കേരളത്തിലെ ക്യാമ്പസ് വിദ്യാർത്ഥികൾക്ക് മടിയില്ലാതായിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു സാഹചര്യം, രാഷ്ട്രീയമായ ഒരു സാഹചര്യം ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാനാവില്ലല്ലോ. എന്തുപറ്റി നമ്മുടെ ക്യാമ്പസ് യൗവനങ്ങളുടെ വിപ്ലവാത്മകതയ്ക്ക് എന്നാണ് ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധിയായ ആഷിഫിനോട് എനിക്ക് ചോദിക്കാനുള്ളത്. ക്യാമ്പസ് രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാമ്പസുകൾ ഒരിക്കലും അരാഷ്ട്രീയമല്ല. ക്യാമ്പസുകൾ ഈ കാലയളവിൽ കേരളത്തിലെ ക്യാമ്പസുകൾ ഒരൊറ്റ ക്യാമ്പസുകളും എല്ലാ ക്യാമ്പസുകളും തികഞ്ഞ രാഷ്ട്രീയ ബോധ്യമുള്ള ക്യാമ്പസുകളാണെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മോണോപ്പൊളി രാഷ്ട്രീയമുണ്ട്. ഏക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ അടക്കി വാഴുന്ന ക്യാമ്പസുകളാണ് ഈ കേരളത്തിലെ പലയിടങ്ങളിലും അല്ലെങ്കിൽ എല്ലായിടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുക. നമുക്കറിയാം, നമ്മുടെ തൊട്ടപ്പുറത്തെ ക്യാമ്പസായ ശ്രീകൃഷ്ണ കോളേജ് അടക്കമുള്ള കേരളവർമ്മ കോളേജ് അടക്കമുള്ള ക്യാമ്പസുകളിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അതിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മാത്രം പ്രവർത്തിക്കാനും, ദനീബു പറഞ്ഞതുപോലെ കവിത ചൊല്ലാനും പാട്ടുപാടാനും, എന്തിനധികം പ്രണയിക്കാൻ വരെ സ്വാതന്ത്ര്യമുള്ള കോട്ടകളായി ക്യാമ്പസുകൾ മാറുന്ന ഒരവസ്ഥയിലേക്ക് ഇവിടുത്തെ ക്യാമ്പസുകളെ കൊണ്ടെത്തിച്ചതിൻ്റെ പ്രധാന പങ്ക് ഇവിടുത്തെ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനമായ SFIക്കാണെന്നതിൽ യാതൊരു സംശയമില്ല. കാരണം അതിൻ്റെ നേർസാക്ഷിയായി അത് അനുഭവിച്ചു വന്ന ഒരാളായിട്ടാണ് ഞാൻ എന്നെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഞാൻ ആദ്യം 2010 ഞാൻ ആദ്യമായി ക്യാമ്പസിലേക്ക് ഡിഗ്രി കാലയളവിൽ ക്യാമ്പസിലേക്ക് ചേരാൻ പോകുന്നത്. ആദ്യം എനിക്ക് ഞാൻ ഭാഗ്യമെന്നോ നിർഭാഗ്യമെന്നോ വിളിക്കാവുന്ന രീതിയിൽ ഞാൻ ആദ്യമായി കടന്നു ചെല്ലുന്നത് ശ്രീകൃഷ്ണ കോളേജ് എന്ന SFIയുടെ പൊന്നാപുരം കോട്ടയായ ഒരു ക്യാമ്പസിലേക്കാണ്. തീർച്ചയായും വ്യക്തമായ രാഷ്ട്രീയ ബോധ്യമുള്ള ഒരാളെന്ന നിലയ്ക്ക് എൻ്റെ പ്രസ്ഥാനത്തെ, എൻ്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യം എനിക്കുള്ളത് കൊണ്ട്, അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ അതുമായി മുന്നോട്ട് പോവുകയായിരുന്നു. കേവലം ഒരാഴ്ചത്തെ പാർട്ടി പ്രവർത്തനം കൊണ്ട് എനിക്ക് അവിടെ പഠിക്കാനാവില്ലെന്ന, അതായത് ആ ക്യാമ്പസിൽ KSU എന്നത് കേവലം 1-2 പേരിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു സമയമായിരുന്നു. മറ്റുള്ളവർക്ക് പറഞ്ഞ പോലെ പാട്ടുപാടാനോ കവിത ചൊല്ലാനോ സർഗാത്മകമായ ക്യാമ്പസുകൾ ഉണരണം എന്ന് പറയുമ്പോൾ SFI അല്ലാത്ത ഒരാൾക്ക് പാട്ടുപാടാനോ കവിത ചൊല്ലാനോ പ്രണയിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരിടത്ത് നൂറുകണക്കിനൊരുന്ന SFIക്കാർ അവരുടെ ആശയത്തിൽ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മേലേക്ക് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തടഞ്ഞു നിർത്തുകയും കുതിര കയറാൻ വരുന്ന ഒരു ക്യാമ്പസിൽ പഠിക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലായിക്കൊണ്ട് നിർത്തിപ്പോരേണ്ടി വന്ന ഒരു ഹതഭാഗ്യനാണ് ഞാൻ. പിന്നീട് ഞാൻ നിങ്ങളുടെ തൊട്ടടുത്ത പ്രദേശമായ ICA ക്യാമ്പസിലേക്ക് വന്ന് പഠിക്കുകയും അവിടുന്ന് ഡിഗ്രി കരസ്ഥമാക്കി തിരിച്ചു വരികയും ചെയ്ത ഒരാളാണ്. നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും അടുത്തൊരു ഉദാഹരണമാണ്, അതൊക്കെ നമുക്ക് വിട്ടുകളഞ്ഞാലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് എത്ര പേര് ഇവിടെ PSC എക്സാം എഴുതി കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഉണ്ടായിരിക്കാമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി
സ്വന്തം സഹപാഠിയുടെ, സുഹൃത്ത് പറഞ്ഞ പോലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അവർക്ക് നെഞ്ചിൽ കത്തികയറ്റാൻ കിട്ടാത്തതുകൊണ്ട് സ്വന്തം സഹപാഠിയുടെ, സ്വന്തം സഹപ്രവർത്തകൻ്റെ കൂടെ നടക്കുന്ന, ഒരുമിച്ചിരിക്കുന്ന, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന, ഒരുമിച്ചുണ്ണുന്ന, ഉറങ്ങുന്ന സ്വന്തം സഹപ്രവർത്തകൻ്റെ ഇടനെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്തൊരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടതാണ് അല്ലേ? നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒറ്റ കുത്തുകൊണ്ട് നമുക്ക് മനസ്സിലായ പല കാര്യങ്ങളുണ്ട്. ഒന്നല്ല, ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒറ്റ കുത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ അന്വേഷണം ഉണ്ടാവുകയാണ്. അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹം PSC റാങ്കിൽ മൂന്നാം സ്ഥാനം കിട്ടിയ ആളാണ്, 3ാം റാങ്ക് കിട്ടിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടുപ്രതിയായ വേറൊരു സുഹൃത്ത്, SFIക്കാരനായ സുഹൃത്ത് 1ാം പ്രതിയാണ്. അവരൊന്നും ഡിഗ്രി പരീക്ഷയിൽ വിജയിച്ചിട്ടില്ല എന്നതാണ് വേറൊരു സത്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയമായ ആളുകളെ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ രാഷ്ട്രീയമായി അവർക്ക് വേല ചെയ്യുന്ന ആളുകളെ ഉണ്ടാക്കാൻ വേണ്ടി PSC റാങ്ക് ലിസ്റ്റിൽ പോലും തൻ്റെ ആളുകളെ, തങ്ങളുടെ ആളുകളെ കുത്തിക്കയറ്റാനും തിരികെ കയറ്റാനും പ്രയത്നിക്കുന്ന ഒരു വലിയ വിഭാഗം, ഒരു ഭരണകക്ഷിയുടെ ആളുകൾ ഇവിടെ ഉണ്ടാവുമ്പോൾ ഇവിടെ സർഗാത്മകമായ സുന്ദരമായ ഒരു ക്യാമ്പസുകളെ നമുക്ക് സ്വപ്നം കാണാൻ മാത്രം സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നിരന്തരമായി പോരാടുകയാണ്. നിങ്ങളെപ്പോലുള്ള നൂറുകണക്കിനുള്ള, ആയിരക്കണക്കിനുള്ള യുവജനങ്ങൾ അതിനെതിരെ പോരാടാനും ശബ്ദമുയർത്താനും സർഗാത്മക വിപ്ലവം കൊണ്ട് അതിനെ നേരിടാനും തയ്യാറാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളിൽ നിന്ന് ഞാനത് തീർച്ചയായും പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രം പറയുന്നു. ഓക്കെ, തീർച്ചയായും ഈ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാനുണ്ടായിരിക്കും എന്ന് വ്യക്തമാകുന്നുണ്ട്. നമുക്ക് അവസാനത്തെ ഒരൊറ്റ വിഷയത്തിലേക്ക് കടന്ന് നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമ്മുടെയൊക്കെ രാജ്യത്ത്, നാട്ടിലൊക്കെ ചില പുരോഗമന പ്രവർത്തനങ്ങൾ നടത്തപ്പെടാറുണ്ട്. ബസ് സ്റ്റാൻഡുകൾ പണിയുന്നു, ബസ് സ്റ്റോപ്പുകൾ പണിയുന്നു, റോഡുകൾ ടാർ ചെയ്യുന്നു, മാലിന്യ നിർമ്മാർജ്ജനങ്ങൾ പേരിന് നടക്കുന്നു. ഇങ്ങനെയുള്ള ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ, അതല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തങ്ങളാണ് എന്ന് ബോധ്യം ഉണ്ടായിരിക്കെ തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊരു റോഡ് നന്നാക്കുമ്പോൾ അതിൻ്റെ തൊട്ടു മുമ്പിലായിക്കൊണ്ട് ഒരു ഫ്ലെക്സ് ഉയരുന്നത്? ആ റോഡ് നന്നാക്കിയ വാർഡ് മെമ്പർക്ക്, അതല്ലെങ്കിൽ MLAക്ക്, MP-ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആരാണ് ഇങ്ങനെയുള്ള ഒരു ഫ്ലെക്സ് ഉയർത്തുന്നത്? വലിയ ഒരു തെറ്റായ സൂചനയല്ലേ അതിലൂടെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക്? ഒരിക്കലും അത് അവരുടെ കടമ, അവർ കൃത്യമായ അവരുടെ കടമ നിർവഹിച്ചു എന്നതിലപ്പുറത്തേക്ക് അവർ കൂടുതലായിട്ടൊന്നും നമുക്ക് വാങ്ങി തന്നിട്ടില്ല. നമ്മുടെ സ്വന്തം സ്വത്ത്, നമ്മൾ നികുതി അടയ്ക്കുന്ന, നമുക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കേണ്ട ചില ഉപകാരങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നത്? അതല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്വീകരണ യോഗങ്ങളൊക്കെ ഉയർന്നു വരുന്നത് എന്നുള്ളത് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഒരു പുരോഗമന പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്കായിട്ട് ഒരു നാടിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങൾ, അവിടെ റോഡ് വരുന്നതോ അതല്ലെങ്കിൽ അവിടെ ഒരു കുടിവെള്ള സംഭരണി സ്ഥാപിക്കുന്നതോ അല്ലാത്തതിനപ്പുറത്തേക്ക് ഒരു നാടിൻ്റെ നഗരവൽക്കരണം, അതല്ലെങ്കിൽ ഒരു നാടിനെ എങ്ങനെ ഭൂപടത്തിൽ ഭംഗിയാക്കി നിർത്താം, അവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട, മറ്റു എവിടെ നിന്നാണോ ലഭിക്കേണ്ട അവകാശങ്ങളെ ഒരു ചോദ്യവും ഒരു ഉത്തരവുമില്ലാതെ അവർക്ക് നൽകുകയും നല്ല രീതിയിൽ മുഴുവൻ നല്ല ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ഒക്കെയല്ലേ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ, അതല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഭരണകർത്താക്കളുടെ ഉത്തരവാദിത്തമെന്ന് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു നാളെയല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്? അത്തരത്തിലുള്ള ഒരു നാളെ പുലർന്നു കാണുന്നതിന് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ഞാൻ മിസ്റ്റർ ആഷിഫിനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. തീർച്ചയായും അത്തരത്തിലുള്ള അങ്ങനെയുള്ളൊരു നാളെ സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ ക്രെഡിറ്റിലേക്ക് ഉൾപ്പെടുത്താൻ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തതാണെന്ന് പറയാൻ, ശബ്ദമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളിൽ പലരും.
അത് ഞാനാവട്ടെ നിങ്ങളാവട്ടെ, ഇപ്പോൾ KSUവിൻ്റെ പേരിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്മേൽ KSU എന്ന് എഴുതി വെക്കാൻ തന്നെ ആഗ്രഹിക്കുന്ന ആളുകളാണ്, അത്തരത്തിൽ എഴുതി വെക്കുന്ന ആളുകളാണ് ഞാനും. ഇപ്പോൾ SSFൻ്റെ പേരിലൊരു SSFകാരൊക്കെ കൂടിയിട്ടൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായും SSFൻ്റെ പേര് എഴുതും. പക്ഷേ അതുപോലെയല്ല ഞാനിത് പറയുന്നതാണ്, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ അത്തരത്തിൽ പേര് പുറത്തു വരാൻ അല്ലെങ്കിൽ പേര് പരിഘോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കിടയിൽ ജീവിച്ച് അല്ലെങ്കിൽ അത് പരിശീലിച്ചു പോകുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രശ്നമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇനി അത്തരത്തിലുള്ള പഴയ ആ ഒരു എന്താ പറയുക, ആ ഒരു രീതികളെ മാറ്റം വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. മാറാൻ വേണ്ടി ഞാനടക്കമുള്ള ആളുകൾ ശ്രമിക്കുമെന്ന് ഉറപ്പുവരികയാണ്. പിന്നെ അതുകൂടാതെ ഞാനിതിൽ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട ദനീപ് പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ മൃദുഹിന്ദുത്വ നിലപാടുകളെക്കുറിച്ച് സൂചിപ്പിച്ചു പോയതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമാണ്. കോൺഗ്രസ് എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ലെഫ്റ്റ് നിലപാടാണ്. ഇപ്പോൾ ഇവിടെ പലരും പറയുന്നത് കേൾക്കാം, നിങ്ങൾക്കടക്കം ഒരു ധാരണ ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ്സുകാരനെ ചില സമയത്ത് വ്യക്തമായ രാഷ്ട്രീയ വിദ്യാഭ്യാസമില്ലാത്ത കോൺഗ്രസ്സുകാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, കോൺഗ്രസ് വലതുപക്ഷ രാഷ്ട്രീയമാണെന്ന്. ഒരിക്കലും കോൺഗ്രസ് ഒരു വലതുപക്ഷ രാഷ്ട്രീയമല്ല. കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ നെഹ്റുവിയൻ നിലപാടാണ്. നെഹ്റു എന്ന് പറഞ്ഞ സെൻട്രൽ ലെഫ്റ്റ് പൊളിറ്റിക്സിൻ്റെ, അതായത് വ്യക്തമായ ഇടത് രാഷ്ട്രീയത്തിൻ്റെ ആളാണ്. നെഹ്റുവിയൻ കോൺഗ്രസ് ആണ് കോൺഗ്രസ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യ കാലഘട്ടങ്ങളിൽ ഇവിടെ ഈ ബാബരി വേർഡിക്റ്റിൻ്റെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ബാബരി വിധിയുടെ ഭാഗമായിട്ട് ബാബരി പൊളിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴൊക്കെ വലിയ രീതിയിൽ കോൺഗ്രസിനെ പഴിചാരുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടെയുള്ള എല്ലാ കോൺഗ്രസ് വിരുദ്ധ മുന്നണികളും കോൺഗ്രസ് വിരുദ്ധ കക്ഷികളും അതിൽ ഭാഗമായപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, കോൺഗ്രസ് 1992 ബാബരി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പോഴാണ് ആ ഒരു ധ്വംസനമുണ്ടായത്, ബാബരി ധ്വംസനമുണ്ടായത്. ആ സമയത്ത് കോൺഗ്രസ് നിഷ്ക്രിയമായെന്ന വായ്ത്താരികളിലൂടെ അല്ലെങ്കിൽ വാർത്തകളിലൂടെ പറഞ്ഞ് പഠിപ്പിച്ച, ഇപ്പോഴും ആ ഒരു വായ്ത്താരി ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് നിങ്ങളുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ യഥാർത്ഥ സംഭവം എന്താണെന്ന് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഉണർത്തേണ്ടത് എൻ്റെ ബാധ്യത കൂടിയാണെന്നതിൻ്റെ ഭാഗമായാണ് ഞാൻ പറയുന്നത്. നരസിംഹറാവു സർക്കാരിൻ്റെ സമയത്താണ് ബാബരി മസ്ജിദ് പൊളിക്കപ്പെടുന്നത്. ആ സമയത്ത് UP ഭരിക്കുന്നത് കല്യാൺ സിംഗ് എന്ന BJPയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്നു. ആ സമയത്ത് നരസിംഹറാവു പട്ടാളത്തെ ഈ ബാബരി മസ്ജിദ് പൊളിക്കാൻ വേണ്ടി കർസേവകരുടെ യാത്ര പോകുന്ന സമയത്ത് അതിനെ തടയാൻ വേണ്ടി പട്ടാളത്തെ അയക്കാൻ നിൽക്കുമ്പോൾ കല്യാൺ സിംഗ് എന്ന UP മുഖ്യമന്ത്രി വന്ന് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണ്, തടയണമെന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ ഭാഗമായി നരസിംഹറാവു കല്യാൺ സിംഗിൽ നിന്ന് എഴുതി വാങ്ങുകയുണ്ടായി. കല്യാൺ സിംഗ് പറയുന്നത് അവർ കർസേവ നടത്താനല്ല, ബാബരി പൊളിക്കാനല്ല പോകുന്നത്, ഒരു കേവലമായി അവിടെ ഒരു പൂജ നടത്താൻ വേണ്ടി മാത്രമാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് നരസിംഹറാവു സർക്കാരിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പട്ടാളത്തെ അയക്കാൻ നിൽക്കുന്ന സമയത്ത് കോടതി ഇടപെട്ടുകൊണ്ട് തടയുകയുണ്ടായി. അപ്പോൾ നരസിംഹറാവു ചോദിക്കുന്നുണ്ട്, അവിടെ ബാബരി മസ്ജിദിന്റെ ഒരു കല്ല് പോലും ഇളകില്ലെന്ന്, ബാബരി മസ്ജിദിന് ഒരു പ്രശ്നവും പറ്റില്ലെന്ന് നിങ്ങൾ ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ പട്ടാളത്തെ അയക്കാൻ ഞാൻ തയ്യാറാവുകയില്ല എന്ന് കോടതി മുൻപാകെ ഉറപ്പ് കല്യാൺ സിംഗ് നൽകിയതിന്റെ ഭാഗമായിട്ടാണ് നരസിംഹറാവു പട്ടാളത്തെ അങ്ങോട്ട് വിടാതിരിക്കുന്നത്. അതിനുശേഷം കല്യാൺ സിംഗിന്റെ നേതൃത്വത്തിൽ BJP എന്നത് വാക്കുകൾക്ക് വിലയില്ലാത്ത, അവരുടെ ആശയം മാത്രം പ്രചരിപ്പിക്കാൻ, ആശയം മാത്രം പറയാൻ വേണ്ടി നിൽക്കുന്ന, അവരുടെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങൾ മാത്രം നടത്തിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു വിഭാഗമായതുകൊണ്ട് വാക്കുകൾക്ക് വിലയില്ലാതെ അവർ ബാബരിയുടെ മുകുടങ്ങൾ, ബാബരിയുടെ മിനാരങ്ങൾ തകർക്കുകയാണ് ഉണ്ടായത്.
അതിനുശേഷം വന്ന സമയങ്ങളിലൊന്നും വാർത്തകളിലൊന്നും കല്യാൺ സിംഗിൻ്റെ ഈ ഉറപ്പിൻ്റെ പേരിലോ ഈ കോടതിയിൽ നിന്ന് എഴുതി വാങ്ങിയ ഈ രേഖയുടെ പേരിലോ കല്യാൺ സിംഗിനെ നരസിംഹറാവുവിനെ ആരും ഓർക്കപ്പെട്ടിട്ടില്ല. ആളുകൾ പറഞ്ഞു പരത്തിയത് നരസിംഹറാവുവിൻ്റെ മൗനസമ്മതത്തോടു കൂടി ബാബറി മസ്ജിദ് പൊളിക്കാൻ RSSനെ ചുമതലപ്പെടുത്തി എന്നതാണ്. അതിനുശേഷം വന്ന സമയത്ത് കല്യാൺ സിംഗിൻ്റെ UP ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ ആർജവം കാണിച്ച RSSൻ്റെ ആ ഗവൺമെൻറ്റിനെ UPയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച ഒരു പ്രധാനമന്ത്രി കൂടിയായിരുന്നു നരസിംഹറാവു എന്നത് നമ്മൾ മറക്കാതിരിക്കണം. നമ്മളതുകൂടി ഓർക്കണം. ഇന്ത്യയുടെ മതേതരത്വ ചരിത്രത്തിൻ്റെ ഏടിൽ നരസിംഹറാവുവിന് നിങ്ങളുടെ ഹൃദയത്തിലെങ്കിലും ഒരു ഇടം കൊടുക്കണം. കോൺഗ്രസ് എന്നും മതേതരത്വത്തിൻ്റെ കൂടെയാണ്, മതനിരപേക്ഷതയുടെ കൂടെയാണ്, എന്നും അത്തരത്തിൽ തന്നെ ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. ഓക്കെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ചർച്ചകൾക്ക് നമുക്ക് സമയമില്ല. എന്തായാലും ഞാൻ മുന്നേ ചോദിച്ച ചോദ്യം ഈ എൻ്റെ കൂട്ടുകാരായ ഇതുപോലെയുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് കൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന്, അതല്ലെങ്കിൽ ഒരു വ്യക്തികളെ ഉയർത്തിക്കാട്ടുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ദനീബിന് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നതോടൊപ്പം ഈ ചർച്ച ഈ ചോദ്യത്തോടു കൂടി സമാപിക്കുന്നതായിരിക്കും എന്നുകൂടി അറിയിക്കുന്നു. എനിക്കിതൊരു മൊത്തത്തിലൊരു അവസാനിപ്പിക്കുക ഒരു 5 മിനിറ്റ് സമയം വേണം. ഇല്ലെങ്കിൽ അത് ഒരു സംശയത്തിൽ ചർച്ച അവസാനിച്ച് പോകുമെന്നാണ്. തീർച്ചയായും ഇതൊരു സൗഹൃദ സംഭാഷണമാണ് എന്നുള്ളത് കൊണ്ട് രണ്ടുപേർക്കും അവരുടെ നിലപാടുകളെ പറയാനും പ്രകടിപ്പിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് മുമ്പിൽ പ്രശ്നമായി നിൽക്കുന്നത് സമയം മാത്രമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇവിടെ തുടർച്ചയായിട്ട് വന്ന എൻ്റെ വാദമുഖങ്ങൾക്കകത്ത് വിദ്യാർത്ഥി സമൂഹത്തിന് ഈ നാടിനകത്ത് നടപ്പിലാക്കാൻ കഴിയാവുന്ന കുറേ മാറ്റങ്ങളുണ്ട്. 80കൾക്ക് ശേഷമാണ് SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ കേരളത്തിനകത്ത്, ഇന്ത്യക്കകത്ത് ശക്തി പ്രാപിച്ചു വന്നതും, അല്ലെങ്കിൽ ഈ ക്യാമ്പസുകൾക്കകത്ത് വിദ്യാർത്ഥികൾ സ്നേഹിക്കുന്ന പ്രസ്ഥാനമായി മാറിയതുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. അതിനു മുമ്പ് KSUവിന് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു ഈ കേരളത്തിനകത്ത്. എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ SFIയെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായും SFI എടുക്കുന്ന മതനിരപേക്ഷ നിലപാട്, ആ നിലപാട് തന്നെയാണ് SFIക്ക് കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും ഒരു മുഖം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അത് ഞാൻ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടാകുന്ന ഏത് തെറ്റുകൾക്കും ഞാനും നിങ്ങളൊക്കെ ഭാഗവാക്കാണ്. കാരണം ഇന്ന് നിലനിൽക്കുന്ന സമൂഹത്തിനകത്ത് ജീവിക്കുക എന്ന് തന്നെ, ഒരു ഇടതുപക്ഷമായി ജീവിക്കുക എന്ന് തന്നെ വലിയ പ്രയാസമാണ്. കാരണം ഒഴുക്കിനെതിരെ നീന്തുന്നവരാണ് നമ്മളെല്ലാവരും. ഒഴുക്കിലൂടെ നീന്തിപ്പോവുക എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി നീന്തിപ്പോവുക എന്നാണ്. എന്നാൽ ഒഴുക്കിനെതിരെ നീന്തുകയാണ്. അപ്പോൾ ഒഴുക്കിനെതിരെ നീന്തുന്ന സമയത്ത് ഒരുപക്ഷെ ആ ഒഴുക്കിൽപ്പെട്ടി പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ തെറ്റുകൾ സംഭവിക്കുന്ന ആളുകളെ തിരുത്തി തീർച്ചയായിട്ടും കൊണ്ടുവരാൻ ശ്രമിക്കും. തിരുത്താൻ കഴിയാത്തവരെ ഒഴിവാക്കുക തന്നെയാണ് അതിൻ്റെ ശരി. അവിടെ യൂണിവേഴ്സിറ്റി കോളേജിനകത്തൊക്കെ സംഭവിച്ച തെറ്റുകൾക്ക് അത് തിരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത നിലവാരമുള്ള കോളേജുകളെ പരിശോധിക്കുമ്പോൾ 10ൽ 1 യൂണിവേഴ്സിറ്റി കോളേജ്. ആ 10ൽ 1 കോളേജിനകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ 90% എന്ന് പറയുന്നത് അത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളെ ഉൾപ്പെടുന്ന SFIയുടെ ആശയം പിൻപറ്റുന്ന ആളുകളാണെന്നുള്ള ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത് ഇവിടെ നമ്മുടെ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾ, ഞാനും നിങ്ങളൊക്കെ ആ ചർച്ചകളും അതിൻ്റെ മാറ്റങ്ങളും കുറവുകളൊക്കെ പഠിച്ച ആളുകളാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഞാനും പഠിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അവിടെ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന RSSകാരൻ ഗാന്ധിജിയെ കൊന്നുകളഞ്ഞു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയെ കൊന്നുകളഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ പിൻപറ്റുന്ന ആളാണ് നാഥുറാം വിനായക് ഗോഡ്സെ. RSSനെ അന്ന് നമ്മൾ
തിരിച്ചറിഞ്ഞവരാണ്. ഹിന്ദു മഹാസഭയിൽ നിന്ന് 1925 RSSന്റെ രൂപീകരണം, RSSന്റെ രൂപീകരണത്തിന് ശേഷം 1945 മാധവ് സദാശിവ് ഗോൾവാൾക്കർ സർസംഘചാലകായി വരുന്നു. മാധവ് സദാശിവ് ഗോൾവാൾക്കറുടെ വിചാരധാരയും അഥവാ നമ്മളതെന്ന് പറയുന്ന പുസ്തകവും അതിൻ്റെ വർഗീയപരമായിട്ടുള്ള നിലപാടുകളൊക്കെ ഞാൻ നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ RSS 1945 ഗുരുജി മാധവ് സദാശിവ് ഗോൾവാൾക്കർ എഴുതി വെച്ചിട്ടുള്ളത് അത് മുസ്ലിങ്ങളെ ഇല്ലാതാക്കാനും ഇല്ലാതാക്കാനും കമ്മ്യൂണിസ്റ്റുകൾ ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമാണ് ഇന്ത്യക്കകത്തൊരു ഹിന്ദു രാഷ്ട്ര രൂപീകരണം അവർ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് അത് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുമെന്ന് RSS അന്ന് കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു RSSന്റെ വാദത്തെ കേട്ടു എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും അതിനെ യുക്തിസഹമായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നില്ല. ഇവിടെ ബാബറിയുടെ മിനാരങ്ങൾ തകർക്കാൻ വേണ്ടി കല്ലുകളുമായി ഘോഷയാത്രകളുമായി ഇന്ത്യയുടെ നാനാവിധ ഭാഗങ്ങളിൽ നിന്നും RSSകാർ കർസേവയ്ക്ക് പോവുകയാണെന്ന് എല്ലാവരും അറിഞ്ഞതാണ്. എന്നാൽ അവിടെ നരസിംഹറാവു മാത്രം അറിഞ്ഞില്ല എന്ന് പറയുന്നതും അത് നിയമത്തിൻ്റെ കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമാണെന്ന് പറയുന്നത് നമുക്കതിനെ വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല. എന്നാൽ ഈ തർക്കഭൂമിക്കകത്ത് ഒരു നിലപാട് കോൺഗ്രസിൻ്റെ നിലപാടിനെ വ്യതിചലിച്ചത് അത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. രാജീവ് ഗാന്ധി എടുത്ത അവിടെ ശിലാവിന്യാസത്തിന് മുമ്പ് തന്നെ അവിടെ ശ്രീരാമൻ്റെ വിഗ്രഹം കൊണ്ടുവയ്ക്കാൻ വേണ്ടി RSSന് അനുവാദം കൊടുത്തത് മുതലാണ് അവിടുത്തെ തർക്കഭൂമിക്കകത്ത് ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ ഈ ഇന്ത്യയുടെ മതേതര മുഖത്തെ ഛിന്ന ഭിന്നമാക്കിയ ബാബറി മസ്ജിദിൻ്റെ മിനാരങ്ങൾ തകർത്തത്. ബാബറി മസ്ജിദിൻ്റെ മിനാരങ്ങൾ തകർത്തതും ബാബറി പള്ളിയുടെ തകർച്ചയും അതിന് ശേഷമുള്ള ഇന്ത്യയും എന്ന് പറയുന്നത് രണ്ടായിട്ട് നമുക്ക് കാണേണ്ടതുണ്ട്. അന്ന് മുതലുള്ള രാഷ്ട്രീയവും അതിനുശേഷമുള്ള രാഷ്ട്രീയവും ഇന്ത്യക്കകത്ത് വലിയതുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മോഡറേറ്റ് പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചാണ് എല്ലാ പൊതുജനങ്ങളുടെ നികുതി പണവും അതോടൊപ്പം തന്നെ മറ്റ് എല്ലാവരുടെയും നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ സർക്കാരുകൾ വികസന പ്രവർത്തനങ്ങളെ ഈ നാടിനകത്ത് കൊണ്ടുവരുന്നത്. ഒരു തർക്കമില്ല. എന്നാൽ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഇന്ത്യക്ക് മാതൃകയായിക്കൊണ്ട് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നേരത്തെ ആസിഫ് പറഞ്ഞതുപോലെ കേരളത്തിനകത്ത് കോൺഗ്രസ് ഒരു പക്ഷേ ഒരു ഘട്ടത്തിൽ അത് ഒരു ഇടതുപക്ഷ മനസ്സുള്ള ആളുകളായിരിക്കാം. പക്ഷെ ഒരു തർക്കമില്ല. കാരണം കേരളത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് നേരത്തെ 50കൾക്ക് മുമ്പ് നവോത്ഥാന നായകർ ഉഴുതുമറിച്ചു കൊണ്ടാണ് ജാതിയുടെ വേലിക്കെട്ടുകളെ ഭേദിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു വലിയ ഭ്രാന്തൻ സമൂഹത്തിൽ നിന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ഇവിടമെന്ന് ശ്രീനാരായണ ഗുരു എത്ര 1852 പറഞ്ഞു വെച്ചുവെങ്കിൽ അന്ന് മുതലുള്ള രാഷ്ട്രീയത്തെ നോക്കുമ്പോൾ കേരളം എന്ന് പറയുന്നത് ഒരു ജാതിയുടെ പിടിവയ്ക്കിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയായിരുന്നു. പുരോഗമനപരമായി ചിന്തിക്കാത്ത ഒരു സമൂഹം ഉണ്ടായിരുന്നു. അവിടെയാണ് നവോത്ഥാന നായകർ ഉഴുതുമറിച്ച മണ്ണിൽ നിന്നാണ് കമ്മ്യൂണിസവും അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമെല്ലാം പുരോഗമന ചിന്തകളുമെല്ലാം മുകിടിട്ട് വരുന്നതും ഉയർന്നു വരുന്നതും അതിനുശേഷമുണ്ടായ മാറ്റങ്ങളും ഇവിടെ ഇപ്പോൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അത് ഓരോ പക്ഷത്തിൻ്റെയും രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ ആശുപത്രികൾ ആധുനികവൽക്കരിക്കുന്നതായാലും എല്ലാ കുട്ടികൾക്കും പണമില്ലാത്തവനും പണക്കാരൻ്റെ മക്കൾക്കും ഒരു കുടക്കീഴിൽ പഠിക്കാവുന്ന ആധുനിക വിദ്യാഭ്യാസം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് ഇടതുപക്ഷ നിലപാടാണ്. എല്ലാവർക്കും പെൻഷൻ കൊടുക്കുക, 60 വയസ്സിന് ശേഷം പെൻഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റും കാർഷിക മേഖലയ്ക്കകത്ത് അതോടൊപ്പം തന്നെ ഈ ഉദാഹരണവൽക്കരണ ആഗോളവൽക്കരണ നയങ്ങൾക്കിടയിലും ഈ ബദൽ നയങ്ങളെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അത് ഇടതുപക്ഷ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് കേരള സർക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ ഇവിടെ പോസ്റ്റർ വെച്ചു ബോർഡ് വെച്ചു എന്നൊക്കെ പറയുന്നത് അത് തീർച്ചയായിട്ടും അത് എത്രത്തോളം കുറയ്ക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലമുണ്ട്. ആ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നവമാധ്യമങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടി കഴിയില്ല, ഇൻ്റർനെറ്റിനെ നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടി കഴിയില്ല. ആ സമൂഹത്തിനകത്ത് ആളുകൾക്ക് കൂടുതൽ
കൂടുതൽ കൺവിൻസ് ചെയ്യാനും ആളുകളിലേക്ക് കൂടുതൽ ഈ രാഷ്ട്രീയത്തെ എത്തിക്കാനും വേണ്ടി നേതൃത്വപരമായിട്ട് പങ്കുവഹിക്കുന്നവരെ ഒരു പക്ഷെ ഉയർത്തി കാണിച്ചിട്ടുണ്ടാവാം. ആ ഉയർത്തി കാണിക്കുന്നതിൽ ഒരു തെറ്റുമുണ്ടെന്ന് ഞാൻ കാണുന്നില്ല. ഓക്കെ, പങ്കെടുത്ത ആഷിഫ്, മിസ്റ്റർ ധനീപ്, സംഘടനയുടെ ധാർമ്മിക വിപ്ലവാഭിവാദ്യങ്ങൾ നേരുന്നു. നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പാകിസ്ഥാനിലെ ഫഹ്മിദ റിയാസ് എന്ന് പറയുന്ന കവി ഇന്ത്യയുടെ സമീപകാല സാഹചര്യത്തിലെ ഈ അസഹിഷ്ണുതാ മനോഭാവത്തെ നോക്കിക്കൊണ്ട് പാടുന്ന ഒരു കവിതയുണ്ട്. ഒടുവിൽ നിങ്ങളും ഞങ്ങളെപ്പോലെ അസഹിഷ്ണുതാവാദിയായ ഒരു രാജ്യത്തിലേക്ക്, ഏകമത രാഷ്ട്രത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വളരെ സങ്കടത്തോടുകൂടി പാകിസ്ഥാനിലൊരു കവി പാടുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാത്തിനും മുകളിലാണ് നമുക്ക് മുകളിലേക്ക് കടന്നു വരുന്ന ഫാസിസം എന്ന് പറയുന്ന ഒരു വലിയ ഭീകരമായ അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിനെ നമുക്ക് ഒറ്റയ്ക്ക് ചെറുക്കാൻ കഴിയുമെന്ന ബോധമൊന്നും നമുക്കില്ല. മുഴുവൻ രാഷ്ട്രീയ പാർട്ടിക്കാരും മതഭേദമന്യേ മതസാഹോദര്യത്തോടുകൂടി നേരിടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനോന്മുഖ പ്രവർത്തനങ്ങൾക്ക് കൂടി ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഒത്തൊരുമിച്ച് നിൽക്കുന്ന കൃത്യമായ നിലപാടുകളോടുകൂടി തന്നെ ഒരുമിച്ച് നിൽക്കാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇനി നിലച്ചു പോകേണ്ടതല്ല. ഇവിടെ നിന്ന് ഇനിയും ഇങ്ങനെയുള്ള ആശയ സംഘടനകളും ബൗദ്ധിക വ്യവഹാരങ്ങളും നടക്കുന്നത് തന്നെയാണ് നമുക്കുള്ള പ്രതീക്ഷകളെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഗ്രറ്റയെ പോലെയുള്ള, ഋദ്ധി പാണ്ഡയെ പോലെയുള്ള ഒരു ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിവുള്ള നമ്മുടെ സമകാലീന സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതങ്ങൾ മാതൃകയാക്കാൻ നമുക്ക് കഴിയട്ടെ എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും, സദസ്സിനെ വീക്ഷിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.